ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC പ്രൈഡ്, സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. ഗുഡ് ഈവനിംഗ്. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. ഞാൻ S. വിജയകുമാർ, എന്നോടൊപ്പം അനുജ. ഈ സംഭവബഹുലമായ ഒരു വാർത്താ ദിനം എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നടിയെ ആക്രമിച്ച കേസിലാണ് ഇന്ന് പല ഡെവലപ്മെന്റ്സും ഉണ്ടായത്. കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നു. ഒപ്പം തന്നെ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നതിൽ എന്താണ് ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിയമോപദേശം തേടി അത് ലഭിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ചിന്. ഒപ്പം തന്നെ ഇഡിയുടെ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയം മുൻപ് പുറത്തു വന്നത് KM ഷാജി മുൻ MLA ഭാര്യയുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയെന്ന വാർത്ത. അങ്ങനെ ഒട്ടേറെ വാർത്തകൾ ഇന്നുണ്ട്. അപ്പോൾ നമുക്ക് വാർത്താമഴയിൽ ഒന്നൊന്നായി പരിശോധിച്ചു പോവാം അല്ലേ? തീർച്ചയായും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതിയായ ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതി അന്വേഷണ സംഘം സമീപിച്ചു. നടിയാക്രമിച്ച കേസും അതിന്റെ തുടരന്വേഷണവും അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കേസിലെ 7ാം പ്രതിയായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുന്നത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 1. കേസിലെ പ്രധാനപ്പെട്ട 20 സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതി ശ്രമിച്ചു എന്നതിന്റെ തെളിവ് തങ്ങളുടെ പക്കലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒന്നാമത്തെ വാദം. 2. ഈ കേസിലെ തെളിവുകളായേക്കാവുന്ന രേഖകൾ പ്രതി തന്നെ നശിപ്പിച്ചു എന്ന വാദമാണ് അന്വേഷണ സംഘം രണ്ടാമതായി മുന്നോട്ട് വെക്കുന്നത്. പ്രതിയായ ദിലീപ് ജാമ്യ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനം നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഹർജി ഈ മാസം 18-ന് കോടതി പരിഗണിക്കും. തുടരന്വേഷണ സാധ്യതകളെ ദിലീപ് ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി പ്രോസിക്യൂഷൻ കോടതിയിൽ പുതിയ വാദമുഖം തുറക്കുന്നത്. അസാധാരണമായ നീക്കമാണ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായിട്ടുള്ളത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ ചോർന്നു എന്ന പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ മറുപടി തൃപ്തികരമല്ല എന്ന് വിചാരണ കോടതി. ക്രൈംബ്രാഞ്ച് ADGPയോട് വിചാരണ കോടതി റിപ്പോർട്ട് തേടി. തുടരന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം ലംഘിച്ചുവെന്ന് വിചാരണ കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. മാധ്യമ വിചാരണ തടയണമെന്ന ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിന്റെ ഹർജിയിൽ ശ്രദ്ധേയമായ ചോദ്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. നടിയെ ആക്രമിച്ച കേസിലെയും വധഗൂഢാലോചന കേസിന്റെയും അന്വേഷണ വിവരങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഹർജി ഗൗരവമുള്ളതെന്ന സാരം. ശക്തമായ പ്രതിരോധം വിഷയത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി രേഖകൾ കോടതി മുൻപാകെ തങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, രഹസ്യ വിചാരണയുമായി ബന്ധപ്പെട്ട ഒരു വിവരം പോലും ചോർന്നിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു.
തീർന്നില്ല. പ്രതികൾ കോടതിയിൽ ഫയൽ ചെയ്ത വിവരങ്ങളും മാധ്യമങ്ങളിൽ വരുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയല്ലാത്ത സുരാജിന് ആ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ തടയണമെന്നാവശ്യപ്പെടാൻ കഴിയില്ലെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തം. കോടതി വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. തനിക്കെതിരെയുള്ള അപകീർത്തികരമായ വാർത്തകൾക്ക് കോടതിയെ സമീപിക്കാൻ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നായി സിംഗിൾ ബെഞ്ച്. പ്രോസിക്യൂഷന് കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചില്ല. കേസ് ഇടക്കാല ഉത്തരവ് പറയാനായി മാറ്റി. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ കാവ്യമാധവനെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതാണ് ഉചിതമെന്ന് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം ലഭിച്ചു. സാക്ഷിയായതും സ്ത്രീയെന്ന പരിഗണനയും കാവ്യയ്ക്ക് കിട്ടുമെന്നും അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചു. ദിലീപിന്റെ സഹോദരൻ അനൂപിനും സഹോദരി ഭർത്താവ് സുരാജിനും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അരുൺ രാജ് ആണ് വിശദാംശങ്ങളുമായി വാർത്താമഴയിൽ തത്സമയം ചേരുന്നത്. അരുൺ രാജ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എവിടെ വെച്ച് കാവ്യമാധവനെ ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തോ? നിയമോപദേശം ലഭിക്കുന്നതും ഒരേപോലെ തന്നെയാണല്ലോ, കാവ്യയുടെ ആഗ്രഹം പോലെ തന്നെയുള്ള നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അനുജ, നടിയാക്രമിച്ച കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് കാവ്യമാധവനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ആലോചനകളും ചർച്ചകളും ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഒടുവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് കാവ്യമാധവനെ വീട്ടിലെത്തി തന്നെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഇതിൽ അന്വേഷണ സംഘം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കാവ്യമാധവനെ ചോദ്യം ചെയ്യുന്നത് പുറത്തേതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചോ അന്വേഷണ സംഘം നിർദ്ദേശിക്കുന്ന ഇടത്തോ വെച്ചായാൽ ഒരുപക്ഷെ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന നിയമോപദേശമാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഒരു നിലപാട് മയപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നു എന്ന വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADGP S. ശ്രീജിത്ത് ഓൺലൈനായി തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കേസിന്റെ ചില ഘടകങ്ങളിൽ കോടതി പോലും പല ഘട്ടങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് കാവ്യമാധവനെ നാളെ ചോദ്യം ചെയ്യാൻ തീരുമാനമെടുക്കുന്ന അതേ സമയത്ത് തന്നെ ഈ കേസിലെ 2 പേരെ കൂടി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം അന്വേഷണ സംഘം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. ദിലീപിന്റെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരെ കൂടി ചോദ്യം ചെയ്യാനുള്ള തീരുമാനമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്നത്. ഇവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് നാളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന് നിലവിലത്തെ തീരുമാനം. എന്തായാലും കാവ്യമാധവനെ ഒപ്പം മറ്റു 2 പേരെ കൂടി ചോദ്യം ചെയ്യുക. ഈ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട മൊഴി വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ആ സമയത്ത് തന്നെ ഇത് പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് അക്കാര്യങ്ങളിലും വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം തീരുമാനമെടുത്തത്. എന്തായാലും കാവ്യയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷവും ചർച്ചകൾ തുടരുന്നു. ആ സമയത്തും വീട്ടിലെത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തുന്നു എന്നതാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ നൽകുന്ന വിവരം. യെസ്, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വാർത്താമഴ ഇനി പോകുന്നത് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്കാണ്. നോക്കാം ഹെഡ്ലൈൻസ്, തലക്കെട്ടുകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA KM ഷാജിയുടെ ഭാര്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 25 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് ED കോഴിക്കോട് യൂണിറ്റ്. നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചെന്ന് ക്രൈംബ്രാഞ്ച്. കാവ്യമാധവനെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതാണ് ഉചിതമെന്ന് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം. അനൂപും സുരാജും നാളെ ഹാജരാകണം. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിയെന്ന പരാതിയിൽ ADGPയോട് റിപ്പോർട്ട് തേടി വിചാരണ കോടതി. KCBയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. മന്ത്രിയെയും ചെയർമാനെയും കടന്നാക്രമിച്ച CIT. ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ തലവൻ മന്ത്രിയാണ് എന്നാണ് ഞങ്ങളെല്ലാം ധരിച്ചിട്ടുള്ളത്. അത് കഴിയാതെ പോയാൽ പിന്നെ അതിനുത്തരം ഇപ്പൊ ഇതുപോലൊരു വേദിയിൽ ഒരു മുന്നണി മര്യാദയുടെ ചില ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് പറയുന്നില്ല. അത് പറയേണ്ട സമയത്ത് പറയും. തർക്കം തീർക്കാൻ സർക്കാർ ഇടപെടില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ചെയർമാൻ തർക്കം പരിഹരിച്ചില്ലെങ്കിൽ മന്ത്രി ഇടപെടണമെന്ന് എളമരം കരീം. മന്ത്രിക്കും ചെയർമാനുമെതിരെ വീണ്ടും KCB ഓഫീസേഴ്സ് അസോസിയേഷൻ.
കോഴിക്കോട് കോടംചേരിയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ വിവാഹത്തെ ചൊല്ലി വിവാദം. ലവ് ജിഹാദ് എന്ന് ചില സംഘടനകൾ, ആരോപണം തള്ളി ദമ്പതികൾ. വിവാഹം സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് വിശദീകരണം. ഉദ്ഘാടനത്തിന് പിന്നാലെ KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടതിൽ ദുരൂഹതയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. സ്വകാര്യ ബസ് ലോബിയുടെ പങ്ക് അന്വേഷിക്കും. DGPക്ക് പരാതി നൽകി CMD ബിജു പ്രഭാകർ. സർവീസ് തുടങ്ങിയ ആദ്യ ദിനം അപകടത്തിൽപ്പെട്ടത് 2 K സ്വിഫ്റ്റ് ബസ്സുകൾ. വയനാട് കാക്കവയലിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 മരണം. ഗവർണറുടെ അതൃപ്തിയെ തുടർന്ന് മാറ്റി നിർത്തിയ KR ജ്യോതിലാലിന് വീണ്ടും പൊതുഭരണ വകുപ്പിന്റെ ചുമതല. M ശിവശങ്കറിന് മൃഗസംരക്ഷണ മൃഗശാല വകുപ്പുകളുടെ അധിക ചുമതല. ടിങ്കു ബിസ്വാൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. KR ജ്യോതിലാലിന്റെ നിയമനത്തോട് എതിർപ്പില്ലെന്ന് ഗവർണർ. പ്രതികാര മനോഭാവമില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. പത്തനംതിട്ടയിലെ കർഷക ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം. രജീവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വേനൽ മഴയിൽ കാർഷിക മേഖലയിൽ വൻ പ്രതിസന്ധി. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കോടികളുടെ കൃഷിനാശം. സിൽവർ ലൈൻ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ കർഷകരെ കാണുന്നില്ലെന്ന് K സുധാകരൻ. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തൃശൂർ പീച്ചിയിലെ ചുമട്ടുതൊഴിലാളിയുടെ ആത്മഹത്യയിൽ പ്രാദേശിക CPM നേതാക്കൾക്കെതിരെ ആരോപണം. മരിച്ചത് CITU വിട്ട് സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ച പീച്ചി സ്വദേശി സജി. ഇവന് ഒറ്റപ്പെട്ടു, പിന്നെ ഭീഷണി, വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇതിനു വേണ്ടി മാത്രം ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ അവന് ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല, അവന് ചെയ്യേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ അന്വേഷിച്ച് നോക്കി അറിയാം. പ്രാദേശിക CPM നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ. സജിയുടെ മരണത്തിൽ പങ്കില്ലെന്ന് CITU. CPIM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത KV തോമസിനോട് കോൺഗ്രസ് അച്ചടക്ക സമിതി വിശദീകരണം തേടി. 7 ദിവസത്തിനകം മറുപടി നൽകണം. നടപടി KPCC നൽകിയ പരാതിയിൽ KV തോമസ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് സംസ്ഥാന നേതൃത്വം. KV തോമസിനെ NCPയിലേക്ക് സ്വാഗതം ചെയ്ത് PC ചാക്കോ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് നയതന്ത്ര ഇടപെടൽ സാധ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർക്കാനുള്ള ചർച്ചകളിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല. യമൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്ക് സഹായം നൽകും. ബന്ധുക്കൾക്ക് യമനിലേക്ക് യാത്രാ സൗകര്യമൊരുക്കും. അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെടിവയ്പ്. ഗ്യാസ് മാസ്ക് ധരിച്ചെത്തിയ അക്രമി 5 പേർക്കെതിരെ നിറയൊഴിച്ചു. 13 പേർക്ക് പരുക്ക്. വെടിവയ്പ് ബ്രൂക്ലിൻ സബ്വേ സ്റ്റേഷനിൽ. തലക്കെട്ടുകൾക്ക് ശേഷം വാർത്താമഴ കോഴിക്കോട് കോടഞ്ചേരിയിലേക്കാണ് പോകുന്നത്. അവിടെ DYFI നേതാവിന്റെ വിവാഹത്തെ ചൊല്ലി വലിയ വിവാദമാണ്. ലവ് ജിഹാദ് എന്നാണ് ചില സംഘടനകളുടെ ആരോപണം. എന്നാൽ ആരോപണം ദമ്പതികൾ പൂർണ്ണമായും തള്ളുകയാണ്. വിവാഹം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ദമ്പതികൾ 24നോട് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളെ രണ്ടുപേരെയും വല്ലാതെ ക്രൂശിക്കുകയാണ്. എന്താണ് ശരിക്കും ഉണ്ടായത്? എന്താണ് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്, വിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പരിചയത്തിലുള്ള ആളുകളാണ്. കഴിഞ്ഞ 6-7 മാസമായി ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണ്. ഇവിടെ വിദേശത്ത് ജോലി ചെയ്യായിരുന്നു. വിദേശ നാട്ടിൽ വന്നതിന് ശേഷം കല്യാണം നടത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പം ഇവിടെ വീട്ടിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കര കല്യാണാലോചനകളും കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ രണ്ടാളും കൂടി രണ്ട് വ്യക്തികൾ എന്ന നിലക്ക് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ഇറങ്ങി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ വേറെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. 2 ആളുകൾ പരസ്പരം ഇഷ്ടപ്പെട്ട 2 ആളുകൾ ഒന്നാകുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്കിടെ നടന്നിട്ടുള്ളത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾക്കെതിരെ വൻതോതിൽ കുപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു റിയാലിറ്റി? അതിൻ്റെ പുറകിൽ എനിക്കെതിരെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ക്രിസ്ത്യൻ സംഘടനകൾ വല്ലാത്ത രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംഗതികൾ ഒരു തരത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ഈ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ പേരിലാണ് എന്നെ ക്രൂശിക്കുന്ന ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ ഈ ആരോപണങ്ങളോ ഈ പ്രശ്നങ്ങളോ ഒരു തരത്തിലും ബാധിക്കുന്നുമില്ല. ഞങ്ങളിന്ന് കോടതിയിൽ ഹാജരായി. കോടതിയിൽ ഇവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജോയ്സിനൊക്കെ പറയാനുള്ള കാര്യങ്ങൾ അവൾ പറഞ്ഞു. കോടതി എൻ്റെ കൂടെ ഇവളെ വിടുകയാണുണ്ടായിട്ടുള്ളത്. ജോൽസിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അവൾ നാട്ടിൽ പറഞ്ഞതും. നാട്ടുകാർ സംഘടിച്ച് എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വരെ നടത്തുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. എന്തായിരുന്നു അതിൽ അക്കാര്യത്തിൽ? വാർത്തകൾ കണ്ടിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷിജിൻ്റെ കൂടെ എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ ഇറങ്ങിപ്പോന്നു.
ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞപ്പോൾ ഫാദർ വിളിച്ചു. ഫാദർ കണ്ടിന്യൂസ് ആയി വിളിച്ചപ്പോൾ എനിക്കൊരു ടെൻഷനായി. ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഫാദറിനോട് പറയാനായിട്ടുള്ളൊരു മൈൻഡ് എനിക്കില്ലായിരുന്നു. പിന്നെ ഫാദർ സിസ്റ്ററിനെ വിളിച്ചു, സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു, എൻ്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ ഒരു പറച്ചിൽ പറയേണ്ടി വന്നു. അങ്ങനെ ആ ഒരു സംസാരിക്കുന്നതിലൂടെയാണ് ഈ ഒരു പ്രചരണം ഉണ്ടായത്. മുൻ MLA ഒരു പ്രസ്താവന ഇറക്കുന്നത് ഇത് CPM-ന് യോജിച്ചതല്ല എന്നുള്ള ഒരു തരത്തിലുള്ളത്, അത് അറിഞ്ഞിരിക്കുമല്ലോ. അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അദ്ദേഹം എന്താ പറഞ്ഞതിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അത്തരത്തിൽ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്തരത്തിൽ എന്തെങ്കിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൽ രണ്ട് മതത്തിലുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഇടതുപക്ഷത്തിനും CPM-നും എല്ലാം പുരോഗമന ചിന്താഗതി എന്ന നിലയുള്ള പിന്നെ സമൂഹം എന്ന നിലക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി തന്നെയാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ എനിക്ക് പറ്റിയൊരു പാകപ്പിഴയുണ്ട്. ഞാൻ കുറച്ചൊരു പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളെന്ന നിലക്ക്, പ്രദേശത്തെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളെന്ന നിലക്ക് കുറച്ചും കൂടി ജാഗ്രതയോട് കൂടി ഈ പിന്നെ കല്യാണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇഷ്ടത്തിലുള്ള ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം തീരുമാനിക്കുമ്പം കുറച്ചുകൂടി ജാഗ്രതയോട് കൂടി കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. ഇത് പിന്നെ പാർട്ടി നേതാക്കന്മാരെ ഒന്നും അറിയിക്കാതെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് എൻ്റെ വ്യക്തി നിലക്കെടുത്ത് തീരുമാനം എടുത്താണ് ഞങ്ങളിത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ വന്നിട്ടുള്ള പാളിച്ചയായിരിക്കും അദ്ദേഹം ചൂണ്ടിക്കാണിയിട്ടുണ്ടാവുക. ജ്യോത്സ്നന്റെ വിവാഹ നിശ്ചയമായിരുന്നു ഇന്നലെ. എൻ്റെ വിവാഹ നിശ്ചയം പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഇതിലേക്ക് കടന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത്. കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന തെറ്റായ പ്രചരണമാണ് ഉണ്ടായത്. ഇപ്പോൾ വാർത്താമഴയിൽ ചേരുന്നത് ഷെജിനോടും ജ്യോത്സ്നയോടും സംസാരിച്ച നമ്മുടെ പ്രതിനിധി ദിലീപ് ദേവസിയാണ്. ദിലീപ്, ഈ ലവ് ജിഹാദ് തുടങ്ങിയ ആരോപണമൊക്കെ ഉയർന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? ആ നാട്ടിൽ തന്നെ ഉണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്? ഒപ്പം DYFI നേതാവാണ് ഷിജിൻ. ഇതിൽ പാർട്ടിയുടെ ഇടപെടലുണ്ടായോ? പ്രാദേശിക നേതൃത്വം ഇടപെട്ടോ? വിജയകുമാർ, അനുജ, ഇന്ന് പാർട്ടി തലത്തിൽ ഇടപെട്ടിരുന്നു. അതായത് ഇന്നലെ ഒരു മെയിൽ അയക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ജ്യോത്സ്ന ഇറങ്ങിയത്. അതായത് ജ്യോത്സ്നയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ ഇന്നലെ വീട്ടിലെത്തുമായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മിഞ്ഞാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജ്യോത്സ്ന പുറത്തെത്തി മെയിൽ അയക്കാനുണ്ട് എന്ന് പറയുന്നു. അല്പം നേരം കഴിഞ്ഞ്, അതായത് വീട്ടിലെത്തേണ്ട സമയം അതിക്രമിച്ചിട്ടും എത്താൻ വൈകിയപ്പോൾ സഹോദരി ജ്യോത്സ്നയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ജ്യോത്സ്ന പറഞ്ഞത് തന്നെ ഇവർ ഇവിടുന്ന് വിടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ താൻ ഒരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സഹോദരിയോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ സഹോദരി ഇക്കാര്യം വീട്ടിൽ പറയുകയും, വീട്ടിൽ കഴിഞ്ഞ 5 വർഷമായി ജ്യോത്സ്ന ഇവിടെ ഈ നാട്ടിലെ ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനിടെ ജ്യോത്സ്നയെ മറ്റൊരാൾ തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് ഈ ഒരു ഫോൺ സംഭാഷണവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് തട്ടിക്കൊണ്ടുപോയതായിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ജ്യോത്സ്നയുടെ പിതാവ് കോടഞ്ചേരി പോലീസിലെത്തി പരാതി നൽകി തൻ്റെ മകളെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നുള്ള പിന്നീട് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഷിജിൻ്റെ പേരുകൾ മനസ്സിലാക്കുന്നു. ഷിജിനുമായി ഇഷ്ടത്തിലാണ് എന്ന് പറയും. എന്നാൽ ഈ കാര്യത്തോടൊന്നും തന്നെ ഷിജിൻ ജ്യോത്സ്നയുടെ പിതാവ് എടുത്തിട്ടില്ല. കാരണം ജ്യോത്സ്നയുമായി മറ്റൊരാൾ വിവാഹം നിശ്ചയിച്ചു വെച്ചതായിരുന്നു. അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. മകളെ കാണാതായതോടുകൂടെ പോലീസിൽ പരാതി നൽകി. പോലീസ് ഇടപെടുന്നില്ല എന്ന് കണ്ടപ്പോൾ നാട്ടുകാർ എല്ലാവരും ഇടപെട്ട് ഒരു പ്രതിഷേധ യോഗവും പ്രതിഷേധ നടപടികളും പോലീസ് സ്റ്റേഷന് മുന്നിലേക്കുണ്ടായിരുന്നു. അതിനുശേഷം ഈ പ്രതിഷേധ പരിപാടികൾ നടന്നതിന് ശേഷമാണ് ജ്യോത്സ്ന തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. താൻ അറിഞ്ഞുകൊണ്ടാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് താൻ വിവാഹം ചെയ്യുകയാണ്. ഇതിൽ മറ്റാർക്കും പങ്കില്ല. തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന മേഖല, കോടഞ്ചേരി മേഖല സെക്രട്ടറി ആയിരുന്നു ഷിജിനുമായിട്ടുള്ള 3 മാസത്തെ പരിചയമാണ് പ്രണയത്തിലേക്ക് നയിച്ചത്. 5 വർഷം മുമ്പ് ഒരാളുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ബന്ധുക്കളും പറയുന്നു. പക്ഷേ ഈ കാര്യത്തിൽ നമ്മളോടൊപ്പം ഇപ്പോൾ പ്രതികരിക്കാൻ മുൻ MLA ജോർജ് M. തോമസാണ്. ജോർജ് സാറേ, എന്തൊക്കെയായിരുന്നു ഈ ഒരു വിഷയത്തിൽ സാറേ എന്തൊക്കെയാണ് നടന്നത്? അല്ല, നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരസ്യമാണല്ലോ. അവർ പ്രണയിച്ചു. പ്രായപൂർത്തിയായ ആളുകൾ എന്താ പറയുക, പ്രായപൂർത്തിയായാൽ ആരുടെയും പ്രണയിക്കാനും കല്യാണം കഴിക്കാണ്ട് ഒന്നിച്ച് താമസിക്കാനും ഒക്കെ ഈ ഇന്ത്യയിൽ ഭരണഘടനാപരമായി എല്ലാവർക്കും അവകാശമുണ്ട്. അത് പ്രകാരം അവർ പോയി 4 ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ച് ഇന്നലെ കൊണ്ട് കോടതിയിൽ ഹാജരായി. കോടതി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി ഇന്ന് കോടതി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ആ പ്രശ്നം കഴിഞ്ഞ് ചാപ്റ്റർ ക്ലോസ് ചെയ്തു. നമുക്കിനി അതിനൊന്നും പറയാനില്ല.
പക്ഷേ ഇവിടെ ഇതിനെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വ്യാജ പ്രചരണം തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ഇപ്പോഴും പറയുന്നു CPM തന്നെ ലവ് ജിഹാദിനെതിരെ നാളെ ഒരു വിശദീകരണ യോഗം നടക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ലവ് ജിഹാദിൻ്റെ ഈ വിഷയത്തിൽ ഇവിടെ ഒരു വിശദീകരണ യോഗം നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ അറിയുന്നു. അപ്പം എന്താണ് ഇത് ലവ് ജിഹാദിലേക്ക് നയിക്കാനുള്ള ആ കാര്യത്തിൽ? ലവ് ജിഹാദാണ് ഈ സംഭവം, ലവ് ജിഹാദാണെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, പറയൂല, ഞങ്ങളങ്ങനെ ചിന്തിക്കുന്നുമില്ല. പക്ഷേ നാളത്തെ പൊതുയോഗം ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രതിഭാസത്തിനോടുള്ള CPIMൻ്റെ പ്രതികരണം അത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നാണ് ഞങ്ങൾ തോന്നുന്നത്. കാരണം ആവശ്യമില്ലെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഇത്തരം കല്യാണങ്ങളെല്ലാം ലവ് ജിഹാദാണ് എന്ന് ലേബൽ ചെയ്തിട്ട് അതിനൊരു പ്രത്യേക കളർ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചിലർ. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, അതിനോട് CPIMന് എന്താണ് നിലപാട് എന്ന കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടില്ലേ, ഒരു നാർക്കോട്ടിക് ജിഹാദ്, അങ്ങനെ പുതിയ പുതിയ പദങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ കോയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനോടെല്ലാം CPIMനുള്ള നിലപാട് വിശദീകരിക്കുക, ഈ പർട്ടിക്കുലർ വിഷയത്തിലുള്ള പാർട്ടി കാഴ്ചപ്പാടും വിശദീകരിക്കുക, ഇതാണ് ലക്ഷ്യം. അതുകൊണ്ട് ലവ് ജിഹാദ് എന്ന വിഷയമല്ല ഞങ്ങളെ മുഖ്യ വിഷയം. നാട്ടിൽ തന്നെ വലിയൊരു പ്രശ്നങ്ങളുണ്ടായി. മാത്രമല്ല DYFയുടെ മേഖലാ സെക്രട്ടറിയാണ് ഇതിലെ കല്യാണം കഴിച്ചിരിക്കുന്ന പയ്യൻ. ഇപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ വലിയൊരു ഇത്തരം ഒരു ആരോപണങ്ങൾക്ക് പാർട്ടി തന്നെ അതിൽ മേഖലാ സെക്രട്ടറി തന്നെ ആരോപണം ആയിരിക്കുന്നു. പിന്നീട് ഇതിൽ പാർട്ടിയുടെ വിശദീകരണം എന്താണ്? അല്ല, ഞങ്ങളെ പാർട്ടി ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഞങ്ങൾ പാലിക്കുന്നതുമായ ഒരു സിദ്ധാന്തമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും നോട്ടം കൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞങ്ങളെ പാർട്ടിക്ക് ഒരു പരിക്കും ഏൽക്കാൻ പാടില്ല. അക്കാര്യത്തിൽ പാർട്ടി മെമ്പർമാർ ജാഗ്രത പുലർത്തണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞങ്ങളെ പഠിപ്പിച്ചുള്ളത്. അതാണ് ഞങ്ങൾ പാലിക്കുന്നത്. ഇവിടെ ഈ സഖാവ് ചെയ്ത ഒരു പ്രശ്നം കൊണ്ട് പാർട്ടി ഒരു പ്രതിസന്ധിയിലായി, പ്രതിരോധത്തിലായി. നല്ല നിലയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മുന്നേറ്റത്തെ തടയാനും ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെ തിരികെ പിടിക്കാനും UDFന് അവസരം ഒരുക്കുന്ന വിധത്തിലായിപ്പോയി ഇയാളുടെ പ്രതികരണം. അതാണ് ഞങ്ങളതിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുകയും ചെയ്യാൻ കാരണം. ഷിജിനെതിരെ വല്ല നടപടികളും പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാകുമോ? ഇല്ല, ഇപ്പോൾ ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ ഉണ്ടായിക്കൂടെയില്ല. അതാണ് നാളത്തെ വിശദീകരണ യോഗത്തിൽ ഒരു നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വിശദീകരണ യോഗത്തിലൊന്നും പാർട്ടി നടപടി എടുക്കുന്ന ഒരു പാരമ്പര്യം ഞങ്ങളുടെ പാർട്ടിക്കില്ല. പാർട്ടിയിൽ അത് ഘടകത്തിൽ ചർച്ച ചെയ്ത് അയാളോട് വിശദീകരണം കേട്ട് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാണ്ട് ഏകപക്ഷീയമായ നടപടിയൊന്നും മേലെ ഇങ്ങനെ കെട്ടിപ്പിക്കും, അതൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ പെട്ടിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ഫുള്ളായിട്ട് ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഏകപക്ഷീയമായി നടപടി ഉണ്ടാവുക, അത് പൊതുയോഗത്തിൽ പരസ്യപ്പെടുത്തുകയോ ഒന്നും ഉണ്ടാവില്ല. പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യും. ഇതൊരു പ്രതിസന്ധി നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത് പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്ത് സഖാവിനെ കൂടി ബോധ്യപ്പെടുത്തി സഖാവിൻ്റെ പ്രതികരണം കൂടി മനസ്സിലാക്കിയിട്ടാണ് നടപടി എടുക്കുകയാണെങ്കിൽ തന്നെ എടുക്കുക. പൊതുയോഗത്തിൽ നടപടി പ്രഖ്യാപിക്കുന്ന ആര് പറഞ്ഞിട്ടുള്ളൂ? ഈ വിവാഹത്തിന് ശേഷം ഷിജിൻ പാർട്ടി അംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ താങ്കളുമായിട്ടോ ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, ഞാനുമായിട്ടും ഇതുവരെ ബന്ധപ്പെട്ടില്ല. ഞാൻ വിളിച്ചപ്പോഴൊക്കെ എല്ലാം ഫോൺ സ്വിച്ച് ഓഫാണ്. ഞാൻ ഈ സംഭവം തന്നെ അറിയില്ല. ഞാൻ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായിട്ട് അവിടെ കണ്ണൂരായിരുന്നു. കണ്ണൂരാകുമ്പം ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ച് ആണ് എൻ്റെ അടുത്ത് ഈ കാര്യം അറിയിക്കുന്നത്. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ പോലീസിൻ്റെ ഉയർന്ന ഓഫീസേഴ്സായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ ഹൈഡൗട്ട് കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടി വേണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് പോലീസ് നല്ല ദ്രുതഗതിയിൽ കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ കാസയടക്കമുള്ള ചില സംഘടനകൾ ഇവിടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടോ എന്ന് കേട്ടിട്ടുണ്ട്. കാസയുടെ കാര്യം എനിക്കറിയില്ല. കാരണം ഇന്നലെ മറ്റവർ കാസയെന്ന് തോന്നുന്നൊരു പ്രകടനം നടത്തിയത്. നാളെ വീണ്ടും കാസ വരുമെന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു നടപടി പാർട്ടിക്ക് തന്നെ ഇവിടെ ഒരു പ്രതിച്ഛായക്ക് കോട്ടം തട്ടിയിട്ടുണ്ടോ? അത് ഞങ്ങൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കോട്ടം തട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം വിശ്വാസം വരുമ്പോഴേക്കും എല്ലാവർക്കും ഒരു വൈകാരിക തലത്തിലാണല്ലോ പ്രതികരണം വരിക. ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, വൈകാരികമായിട്ടാണ്. ഈ വൈകാരിക തലത്തിലുള്ള പ്രതികരണം പാർട്ടിക്ക് ദോഷകരമായി വരാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. അത് തടയണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല ഇതൊരു മലയോര മേഖലകളാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഈ വ്യക്തി, അതായത് ഇപ്പോൾ മേഖലാ സെക്രട്ടറി ആയിരിക്കുന്ന ഷിജിനെതിരെ തന്നെ മുൻപും ഇതേ ഇടവകയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ തന്നെ സംസാരിച്ച് ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ സംസാരിച്ച് അത് ഒതുക്കിയതാണ് എന്ന് പറയുന്നത്. പിന്നീട് ഇത്തരത്തിൽ വന്നപ്പോഴാണ് ജനം ഇത്ര പ്രക്ഷോഭരാകാനുള്ള കാരണമെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് അല്ല, അങ്ങനെ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എനിക്കറിയില്ല. അത് ഇയാൾക്ക് പ്രണയം, ഈ യൗവനത്തിൻ്റെ ഒരു സമയത്താണല്ലോ പ്രണയം
ഒരാളോട് ദിലീപ്, ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് എന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല എന്ന് തോന്നുന്നു. എന്താണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം? പാർട്ടി എന്താണ് അവിടെ പ്രതിരോധത്തിലായത്? പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ മേഖലയിൽ ആ ജനവിഭാഗങ്ങൾക്കിടയിൽ പാർട്ടി പ്രതിരോധത്തിലായി എന്നാണല്ലോ ഈ സംഭവത്തോടെ അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പാർട്ടി പ്രതിരോധത്തിലായതിനെ കുറിച്ചാണ് ഞാൻ പാർട്ടി പ്രവർത്തനത്താകെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ വ്യത്യസ്തമായി തിരുവമ്പാടി മണ്ഡലത്തിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി ഞങ്ങളോട് ശത്രുതാപരമായ സമീപനം മുൻപ് പുലർത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് സഹായകരമായ ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ എതിർക്കാതിരിക്കുന്ന ഒരു നിലപാടിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പതുക്കെ വിശ്വാസികൾ ഉൾപ്പെടെ ആളുകൾ ഞങ്ങളെ പാർട്ടിയുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുമായിട്ടുള്ള ബന്ധം കുറെ കൂടി നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മെച്ചപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവരെ എല്ലാവരെയും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി, തിരിച്ചു പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് ആസൂത്രണം ചെയ്യും. കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലെ സൂത്രധാരനായി പ്രവർത്തിക്കുന്നത്. അവർ പുരോഹിതന്മാരെയും മറ്റുള്ളവരെയൊക്കെ പിടിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു വികാരപരമായി CPIM ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കാൻ CPM പുറപ്പെടുകയാണ് എന്നാൽ നമ്മൾ പ്രൊപ്പഗാൻഡ അയച്ചു വിടുന്നു. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഒരു ദോഷം ചെയ്തുകൂടായില്ല. ദോഷം ചെയ്ത് ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി തന്നെ ഇവിടെ 2 പെൺകുട്ടികളുമായിട്ട് ഇത്തരത്തിൽ വിഷയം ഉണ്ടായിട്ട്, അതായത് ഇതിനു മുമ്പ് ഇത്തരം ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് നാട്ടുകാർ ഇടപെട്ട് പിരിച്ചതാണ്, അതുകൊണ്ടാണ് ജനം ഇത്ര വൈകാരികമായി ഇടപെടാൻ കാരണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇവിടെ ഈ ക്രിസ്ത്യൻ കുട്ടീനെ അല്ല മുസ്ലിം കുട്ടീനെ ക്രിസ്ത്യാനി കെട്ടുക, പിന്നെ മുസ്ലിം ക്രിസ്ത്യാനിനെ കെട്ടുക, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ, നാട്ടിലെമ്പാടും ഉണ്ട്. ഇതൊന്നും ഒരു പുതിയ സംഭവമല്ല, ഇതൊരു വിപ്ലവകരമായ മുന്നേറ്റമാണെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കോടഞ്ചേരി പഞ്ചായത്തിന് മുൻ പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ, അവരെ മകൻ, അവർ ക്രിസ്ത്യൻ പയ്യനാണല്ലോ, അയാൾ കൊടുവള്ളി പോയിട്ട് ഒരു മുസ്ലിം പെൺകുട്ടീനെ പ്രണയിച്ചു. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനുള്ള 2 പേരും ടെക്നോക്രാറ്റ്സാണ്. പ്രണയിച്ചു, അവരൊരു നല്ല കുടുംബത്തിലാണ്. പ്രണയിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ നിന്ന് ഒരു പറ്റം മുസ്ലിങ്ങൾ വന്നിട്ട് ഇവരെ വീട് അടിച്ച് പൊളിച്ച് തകർക്കാനെല്ലാം കൂടി ശ്രമിച്ചു. അപ്പം ഞാനും എൻ്റെ സഖാക്കളും കൂടിയാണ് അവിടെ പോയി അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുത്തത്. കോൺഗ്രസ്സാണ് അവർ, ഇപ്പോഴും കോൺഗ്രസ്സാണ്. പക്ഷേ ഞങ്ങൾ പാർട്ടി നോക്കിയില്ല. ഇതൊരു കമ്മ്യൂണൽ റൈറ്റിലേക്ക് വളരരുത്, അതുകൊണ്ട് കമ്മ്യൂണൽ റൈറ്റ് കെട്ടടക്കാൻ ഇവരുടെ വിവാഹം എങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി? ഈ 2 പേരുടെ വിവാഹം, അത് കോടഞ്ചേരിയിലെ ജോസ്നയുടെയും അതുപോലെ തന്നെ ഷിജിൻ്റെ വിവാഹം എങ്ങനെ എത്രത്തോളം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്? പാർട്ടിയെ പ്രതിരോധത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ. പാർട്ടിക്കൊരു ഡാമേജ് ഇവരിങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം ഈ മുസ്ലിം ചെക്കന്മാർ ക്രിസ്ത്യൻ പെൺകുട്ടീനെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടുന്നു, അല്ലെങ്കിൽ അത് ഒരു ലവ് ജിഹാദ് പോലത്തെ പ്രശ്നമാണ്. അതിന് മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടു നിൽക്കുന്നു. ഇതാണ് പ്രചരണം. അത് ഞങ്ങളങ്ങനെ കൂട്ടു നിന്നിട്ടില്ല, ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞങ്ങളതിനെ പരസ്യമായി തള്ളിപ്പറയുകയാണ്. ഈ ഒരു നടപടിയില്ല. എന്നാൽ പ്രായപൂർത്തിയായ ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടനാപരമായ അവകാശമാണ്, അതിനെ ഞങ്ങൾ മാനിക്കുന്നു. ഈ പ്രശ്നം പാർട്ടിയിൽ ഒരിക്കലും ഒരിടത്തും ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ വികാരം പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്നത്. അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. അതാണ് പുതിയ. അതുകൊണ്ടാണോ നാളെ ഈ ലവ് ജിഹാദ് എന്ന വിഷയത്തിൽ തന്നെ ഒരു ചർച്ച? അതേ ഒരു കാച്ചിയായിട്ട് അതെന്തായാലും ജനശ്രദ്ധ പിടിച്ചു പറ്റലാണല്ലോ, അതിനുവേണ്ടി പറഞ്ഞൊരു പദം നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ ജോർജ് എം തോമസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നാളെ ചർച്ചയ്ക്ക് ശേഷം അറിയാം. ഇക്കാര്യം, അതായത് ഇപ്പോൾ നമ്മളോട് തൊട്ട് മുമ്പ് പറഞ്ഞ ഷിജിൻ തന്നെ പറഞ്ഞത് താൻ ഒരു വിവാഹം ചെയ്യുന്നതിന് മുൻപ് പാർട്ടിയെ ഒരു സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു, എന്നാൽ ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു വിവാഹം ചെയ്യുമ്പോൾ എടുക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, തൻ്റെ സഹപ്രവർത്തകരോട് തൻ്റെ മറ്റ്. ശരി ദിലീപ്, എന്തായാലും ദിലീപ് ഇവരോട് എല്ലാവരോടും സംസാരിച്ചു. എന്താണ് പ്രാദേശികമായി നടക്കുന്നത് വിശദമായി നിരീക്ഷിക്കുക. നാളെ CPM-ന്റെ വിശദീകരണ യോഗവും ഉണ്ടല്ലോ. ചില കാര്യങ്ങളിൽ കൂടി കൂടുതൽ വ്യക്തത വരാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തുടർച്ചയായി നോക്കാം എന്താണ് ഈ കാര്യത്തിൽ CPM നിലപാട്, എങ്ങനെയാണത് പ്രാദേശിക തലത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരാനുണ്ടല്ലോ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു വിജയൻ, ഈ ലവ് ജിഹാദ് എന്നുള്ളതിനെ തള്ളുന്ന അതേ സമയം തന്നെ ഇതിൽ CPIM പ്രതിരോധത്തിലാകുന്നോ എന്നൊരു സംശയം കൂടി പാർട്ടിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെ, അതിൽ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. അതെങ്ങനെയാണ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നത്? ഇതര മതത്തിൽപ്പെട്ട 2 ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അവിടെ എങ്ങനെയാണ് അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് പാർട്ടിയിൽ ആലോചിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് CPM എങ്ങനെയാണ് അവിടെ പ്രതിരോധത്തിലാവുന്നത് എന്നതൊക്കെ
അവരുടെ ഒരു വോട്ട് ബാങ്കിനെ ഇത് ബാധിക്കുമെന്നൊക്കെയുള്ള ഭയമാണ് അദ്ദേഹം അതിന് തൊട്ടു മുൻപായി പങ്കുവച്ചത്. എന്തായാലും നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധേയമായ ചില ഡെവലപ്മെന്റ്സ് ആ വാർത്തയിൽ പ്രതീക്ഷിക്കാം അടുത്ത ദിവസം. തീർച്ചയായും. നമ്മൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി വാർത്താമഴ പോകുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഴീക്കോട് മുൻ MLA മുസ്ലിം ലീഗ് നേതാവുമായ KM ഷാജിയുടെ ഭാര്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ആശാ ഷാജിയുടെ 25 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. അർജുൻ മട്ടന്നൂർ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അർജുൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദീകരണം വന്നു ഇക്കാര്യത്തിൽ. അതിനപ്പുറത്ത് KM ഷാജിയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇത് ഏതാണ് ഈ കേസ്? ഇത് അദ്ദേഹത്തിനെതിരെ ഒന്നിലധികം കേസുകളിൽ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലേത് ആരോപണവുമായി ബന്ധപ്പെട്ടാണ്, കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി ED സ്വീകരിച്ചിരിക്കുന്നത്? വിജയകുമാർ, കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അഴീക്കോട് സ്കൂളിന് +2 അനുവദിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന കേസിലാണ് ഇപ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നത്. KM ഷാജിയുടെ ഭാര്യ ആശാ ഷാജിയുടെ പേരിലുള്ള കോഴിക്കോട് മാലൂർ കുന്നിലുള്ള വീട് ഉൾപ്പെടുന്ന സ്ഥലമാണ് ED കണ്ടുകെട്ടിയിരിക്കുന്നത്. ഈ സ്ഥലവും ഈ ഭൂമിയും വീടും വാങ്ങാൻ വേണ്ടി ഈ കോഴപ്പണവും ഉപയോഗിച്ചു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. 2016 KM ഷാജി ഈ കേസിനാസ്പദമായ സംഭവം, അതായത് കോഴ വാങ്ങിയത് എന്നാണ് ED പറയുന്നത്. പ്രത്യേകിച്ച് 2016 അഴീക്കോട് MLA ആയിരിക്കുന്ന സമയത്ത് അഴീക്കോട് സ്കൂളിലെ ഒരു അധ്യാപികയിൽ നിന്ന് 25 ലക്ഷം രൂപ കോഴ വാങ്ങി സ്കൂൾ മാനേജ്മെന്റിന്റെ പേരിലാണ് ഈ കോഴ വാങ്ങിയത് എന്നും ഇവർക്ക് പിന്നീട് അവിടെ സ്ഥിര നിയമനം ലഭിച്ചു എന്നുമാണ് EDയുടെ കണ്ടെത്തൽ. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ നേരത്തെ 2020 വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വിജിലൻസിന്റെ അന്വേഷണത്തിലെ റിപ്പോർട്ടിനെ തുടർന്നാണ് ED പിന്നീട് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ED കഴിഞ്ഞ ഏപ്രിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചത്. പലതവണ KM ഷാജിയെയും ആശാ ഷാജിയെയും ED ചോദ്യം ചെയ്തു. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രാദേശിക നേതാക്കളെയും ചോദ്യം ചെയ്തിരുന്നു. ഇത്രയും സ്വത്ത് വാങ്ങിക്കൂട്ടാനുള്ള വരുമാന സ്രോതസ് ഏത് എന്നായിരുന്നു ED പ്രധാനമായും അന്വേഷിച്ചത്. എന്നാൽ ഇത്തരത്തിൽ KM ഷാജിയുടെയും അടുത്ത ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായും തന്നെ ED ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രയും സ്വത്ത് വാങ്ങിക്കൂട്ടാനുള്ള വരുമാനം ഷാജിക്കില്ല എന്നും പിന്നീടാണ് ഇത്തരത്തിൽ അഴീക്കോട് സ്കൂളിന് +2 അനുവദിക്കാൻ വേണ്ടി കോഴ വാങ്ങിയെന്നും ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നത്. KM ഷാജി നിലവിൽ സംസ്ഥാനത്തില്ല, അദ്ദേഹം ബംഗളൂരിലാണ് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യമത്തെ തന്നെ മഴയ്ക്ക് തന്നെ ഒത്തിരി നെല്ലെല്ലാം വീണുപോയി. ഒറ്റ നെല്ലില്ലാതെ മൊത്തം മറിഞ്ഞു വീണു. ഇപ്പോൾ ഈ മഴ, ശക്തമായിട്ടുള്ള മഴ കാരണം ഇന്നലത്തെ മഴയ്ക്ക് ഇതെല്ലാം മൂടിക്കിടക്കുകയായിരുന്നു. ഈ നെല്ല് ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ട് ഇത് കൃഷി ചെയ്യാൻ കൃഷി കൊയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈ നെല്ലിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളം അത്ര പെട്ടെന്ന് തിരിച്ചു പോകത്തില്ല. പിന്നെ അത് കാരണം നെല്ല് മെഷീൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മെഷീൻ താഴുന്ന ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 5-8 ദിവസമെങ്കിലും മോട്ടർ ഓടി വെയിലും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ഒരു 5 പൈസയെങ്കിലും കിട്ടത്തുള്ളൂ. അല്ല ഒന്നും തന്നെ ഇപ്പോൾ കിട്ടുകയില്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. വാർത്താമഴ തുടരുകയാണ്. ഇന്നലെയാണ് വിജയൻ പത്തനംതിട്ട നിരണത്ത് കർഷകൻ ആത്മഹത്യ ചെയ്തത്. വലിയ കടക്കണിയിലായിരുന്നു ആ കർഷകൻ എന്നാണ്. ഇപ്പോൾ നാട്ടുകാരുടെയും ഒക്കെ പ്രതിഷേധം അവിടെയുണ്ട്, മറ്റു കർഷകരുടെ പ്രതിഷേധമുണ്ട്. ഇന്ന് അങ്ങോട്ടേക്ക് UDF സംഘം സന്ദർശനം നടത്തുകയും ചെയ്തു. നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പ്രതിഷേധം ശക്തമാണ്. മരണത്തിനിടയാക്കിയ സ്വയം സഹായ സംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്ന് രജീവിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് നിരണം വടക്കും ഭാഗത്തുള്ള രജീവിൻ്റെ കൊച്ചുവീട്ടിൽ രജീവിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആ കൊച്ചു വീട്ടിലേക്ക് എത്തിയത്. കൃഷിയായിരുന്നു രജീവിന് എല്ലാം. പക്ഷേ ആ കൃഷി നടത്തിപ്പിലെ കടം താങ്ങാൻ രജീവിനായില്ല. ആ കുടുംബത്തെ സംരക്ഷിക്കണമെന്നാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആവശ്യപ്പെടുന്നതും. കാരണം കർഷകർ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നതും അവകാശങ്ങളും
ആവശ്യങ്ങളും ആക്ഷേപങ്ങളും ഒന്നും ചെവിക്കൊള്ളാതെ അവരോട് നിഷേധാത്മകമായ നയം സ്വീകരിക്കുന്നതും കേരളത്തിലാണ്. കർഷകർക്ക് കൃത്യസമയത്ത് സഹായം എത്തിക്കാത്ത സർക്കാർ സൃഷ്ടിച്ച രക്തസാക്ഷിയാണ് രജീവ് എന്നാണ് രജീവിൻ്റെ വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കർഷകരെ രക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണെന്ന് മറന്നുപോകുന്നുവെന്നാണ് KPCC പ്രസിഡന്റും അഭിപ്രായപ്പെട്ടത്. കർഷകന്മാരെ ഇന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുമെന്ന് പറയാനുള്ള നട്ടെല്ല് കാണിക്കണം, എന്നിട്ട് വേണം കർഷക പ്രേമം പറയാൻ. അതുകൊണ്ട് കാർഷിക മേഖലയിൽ ഈ സർക്കാർ കാണിക്കുന്ന അനാസ്ഥയും കെടുകാര്യസ്ഥതയും ഈ രാജ്യത്തെ കാർഷിക മേഖലയെ തകർക്കുകയാണ്. ആ തകർക്കുന്നതിൻ്റെ രക്തസാക്ഷിയാണ് ഈ മരിച്ചു വീഴുന്ന ആത്മഹത്യ ചെയ്യുന്ന ഈ കർഷകന്മാർ. കർഷകനായ രജീവിനെ കടക്കണിയിൽ നിന്നും മോചിപ്പിക്കാത്ത വിധം കുടുക്കിയ നവോദയ സ്വയം സഹായ സംഘത്തിനെതിരെ അന്വേഷണം വേണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിരവധി കർഷകരാണ് രജീവിന്റെ സമാനാവസ്ഥയിൽ ജീവിക്കുന്നതെന്നാണ് നാട്ടുകാരും പറയുന്നത്. പോലീസ് ഇവർക്കെതിരെ ഓപ്പറേഷൻ കുബേര അടക്കമുള്ള ഈ നാട്ടിൽ പട്ടിപ്പലിശക്കാർക്കെതിരെ കേസെടുക്കണം. ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചിരിക്കുന്നത്? ഇവർ എത്ര രൂപയാണ് പലിശ വാങ്ങുന്നത്? ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ പലിശ കൊടുക്കാൻ ഇവരുടെ നീരാളിപ്പിടുത്തത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി പെയ്യുന്ന കനത്ത വേനൽ മഴയിൽ സംസ്ഥാനത്ത് വലിയ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ 261 കോടിയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് പ്രാഥമിക കണക്ക്. കുട്ടനാട്ടിൽ മാത്രം 1150 ഹെക്ടർ നെൽപ്പാടങ്ങൾ വെള്ളത്തിനടിയിലായി. കൊയ്യാൻ പാകമായ നെൽപ്പാടങ്ങളാണ് വേനൽ മഴയിൽ വെള്ളത്തിനടിയിലായത്. തകഴി കൃഷിഭവൻ പരിധിയിൽ ഉൾപ്പെട്ട 56 ഏക്കറുള്ള വല്ലിശ്ശേരി പാടശേഖരമാണ് ഇക്കാണുന്നത്. 33ഓളം ചെറുകിട കർഷകരാണ് ഇവിടെ പണിയെടുത്ത് ഈ നെല്ല് മുഴുവൻ വിളയിച്ചെടുത്തത്. പക്ഷേ അപ്രതീക്ഷിതമായി എത്തിയ വേനൽമഴ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർക്കുകയായിരുന്നു. ഞങ്ങൾ സൊസൈറ്റി മുഖാന്തരം ലോൺ എടുക്കുമ്പോൾ ആ സൊസൈറ്റി തന്നെ ഇൻഷുർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ അവിടെ പൈസ കൊടുക്കുമായിരുന്നു. ഇത്തവണ അവരവിടെ ഇൻഷുർ സ്വീകരിച്ചില്ല. ഞങ്ങൾ പോയി സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ പാകത്തിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടുമില്ല. ഞങ്ങൾക്കിപ്പോൾ ഇത്രയും ഭീമമായ നഷ്ടം വന്നിരിക്കുകയാണ്. ഇവിടെ ചില്ലറ കൃഷിക്കാരായിരുന്നല്ല ഉള്ളവരെ. അപ്പോൾ ഇത് ഭീമമായ നഷ്ടം വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ കൊയ്തെടുത്താലും ഞങ്ങൾക്ക് മുതൽ പോലും ഒന്നും കിട്ടത്തില്ല കൊയ്തെടുത്താൽ. അപ്പം അവരവസ്ഥയിലായപ്പോൾ കിടക്കുന്നത്. കൊയ്യാനൊക്കെ ഒന്നും ഇപ്പം പ്രതീക്ഷയില്ല. കാര്യം കാലാവസ്ഥ പിന്നെയും മോശമാവുക. ഇനി ഒരാണ്ട് മഴയുടെ പെയ്താൽ ഇതിനകത്ത് മനുഷ്യർക്ക് നോക്ക് ആലോചിക്കുക പോലും വേണ്ട. അവരവസ്ഥയിലാണ് ഇപ്പോഴേ. സർക്കാർ ഞങ്ങൾക്ക് ഇപ്പോഴേ ഇൻഷുർ ഇപ്പം ഞങ്ങൾ ചെയ്യാത്ത കാരണം അതെങ്കിലും ഞങ്ങൾക്ക് ഇൻഷുറെങ്കിലും കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സർക്കാർ ഇതിനകത്ത് ഇടപെടണം. അല്ലാതെ ഞങ്ങൾ വ്യക്തികൾ തന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. സർക്കാർ ഇടപെട്ട് ഈ മോട്ടോർ തറയാണ് മെയിൻ, അതൊന്ന് കെട്ടിക്കെട്ടി. ഇപ്പം 2 പ്രാവശ്യം ഇതുപോലെ തന്നെ കൃഷിയുടെ ഇറക്കിയ സമയത്ത് മോട്ടോർ തറ തട്ടിപ്പോയി. കല്ല് കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പം നെല്ല് ഇതിപ്പോൾ കൊയ്ത് കിട്ടിയാൽ തന്നെ കൊയ്ത് ഒന്നും കിട്ടത്തില്ല. ഇട്ടാൽ തന്നെ ഇടേണ്ട സ്ഥലമാണ് ഇത്. വെള്ളം കയറി എവിടെ കൊണ്ടിടും? ഇടാൻ പോലും ഇല്ല. എല്ലാവരും കണ്ടത്തിലാണ് ഇടുന്നത് നെല്ല്. അഥവാ കിട്ടിയാൽ അത് കണ്ടത്തിലെല്ലാം വെള്ളമാണ്. അങ്ങനത്തെ പ്രതിസന്ധിയാണ്. ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല, ഇൻഷുർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊന്നും കിട്ടാനും സാധ്യതയില്ല. ഞങ്ങൾ അറിഞ്ഞില്ല. ഈ സൊസൈറ്റിയിൽ ഞങ്ങൾ എല്ലാവരും എടുക്കുന്നത്. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോയി കൃഷിഭവനിൽ പോയി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആരും പോയില്ല. ഞങ്ങൾ ആരും ചെയ്തോട്ടില്ല. സർക്കാർ നേരത്തെ നമ്മൾ സർക്കാരിന് അവർ ഇവിടുന്ന് ഏജൻസികളെ ഞങ്ങൾ കൊടുക്കുന്നത്. ബാങ്കിൽ പൈസ വരികയും ചെയ്യുമായിരുന്നു. അന്നും മഴവെല്ലാം ചെയ്താൽ 1 കിലോ എല്ലാം കിഴുവൊക്കെ പറയത്തോളായിരുന്നു. അങ്ങനെ ഈ തൊട്ടപ്പുറത്തെ പാടത്ത് 1 കിലോ കുറവാണ്. അങ്ങനെ എടുത്തു പോയി. ഇത് ഞങ്ങൾക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ തറ കെട്ടാത്തതുകൊണ്ട്, അവർ കെട്ടിത്തരാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇതിനകത്ത് ചെറിയ ഓരോ 1/2 ഏക്കറും 1 കിലോ 1 ഏക്കറും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇത്രയും ഭീമമായ ഒരു സംഖ്യയാണ് ഈ മോട്ടോർ തറ. അത് 2 പ്രാവശ്യം മട വീണതാണ്. 2 വർഷം കൃഷി തുടങ്ങിയപ്പം മട വീണ. അത് ഞങ്ങൾ തന്നെ പിന്നെ എല്ലാവരും കൂടെ പിരിവിട്ടു ഇവിടെ കെട്ടുമായിരുന്നു. അതുപോലെ വഴിയൊന്നും ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായവും കിട്ടുന്നില്ല ഞങ്ങൾക്ക്. വെള്ളവും കിട്ടത്തില്ല, ഒന്നും കിട്ടില്ല. തോട്ടിലെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഇവിടെ ഒരു സഹായവും ഗവൺമെൻറ്റിന് വരുന്നില്ല. ഇതുവരെ ഞങ്ങൾ പല ഓഫീസുകളും കയറി ഇറങ്ങിയെങ്കിലും ആരും ഇവിടുന്ന് ഒരു അനുകൂലമായ മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കൃഷിക്കാർ തന്നെ പിരിച്ചുണ്ടാക്കി ഈ തെങ്ങിൻകുറ്റി കാണുന്നില്ലേ, തെങ്ങിൻകുറ്റി ഇതെല്ലാം ഏകദേശം ദ്രവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ മോട്ടോർ ഒരു പ്രശ്നം കാരണമാണ് ഞങ്ങൾ കൃഷി ഇത്തവണ ഞങ്ങൾക്ക് താമസിക്കാനും കാര്യം. ഇത് നല്ലൊരു ഏറ്റം വന്നു കഴിഞ്ഞാൽ
ഈ മോട്ടോർ തട്ടിപ്പോകുന്ന മുറിഞ്ഞു പോകുന്ന വളവീട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് സർക്കാരിൽ നിന്ന് എങ്ങനെയും ഞങ്ങൾക്ക് ഈ മോട്ടോർ കിട്ടണമെന്ന് ഞങ്ങൾ എല്ലാ കൃഷിക്കാരുടെയും പേരിൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇതുപോലെ ഞങ്ങൾ കട്ടച്ചാക്ക് അടുക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ മോട്ടോർ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു ആനുകൂല്യം കിട്ടി ഞങ്ങൾക്ക് ഈ മോട്ടോറെ കെട്ടിത്തരണമെന്ന് ഞങ്ങൾ സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിരവധി ഓഫീസുകളും അപേക്ഷകളും മെമ്മോറാണ്ടങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പിരുന്ന സുനിൽകുമാർ മന്ത്രിക്കും ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നതാണ്. പക്ഷേ അതിനൊന്നും ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയില്ല. കാലാവസ്ഥയുടെയും മഴയുടെയും പേര് പറഞ്ഞ സർക്കാരിന് മാറി നിൽക്കാനാകില്ല. കോടികൾ മുടക്കി വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സർക്കാർ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വല്ലിശ്ശേരി പാടശേഖരത്തിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 ആലപ്പുഴ. കുട്ടനാട് പോലെ തന്നെ വലിയ കൃഷിനാശമുണ്ടായ മറ്റൊരു ജില്ലയാണ് കോട്ടയം, അല്ലേ? കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകൾ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. അതെ, ഈ കോട്ടയം ജില്ലയിൽ വേനൽ മഴയിൽ 18 കോടിയുടെ നാശനഷ്ടമുണ്ടായി എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 13 കോടിയും നെൽകൃഷിയിലാണ്. ഏജന്റുമാരുടെ ചൂഷണം കൂടി ആയതോടെ ദുരിതത്തിലാണ് കർഷകർ. കോട്ടയം ജില്ലയിലെ നാട്ടകത്തിന് സമീപമുള്ള ഒരു പാടശേഖരത്താണ് ഞാനുള്ളത്. ഈ വരുന്ന 23-ാം തീയതി ഇവിടെ കൊയ്ത്ത് നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരാഴ്ചയായി വെള്ളം കയറി കിടക്കുകയാണ്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നെല്ല് ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഉപയോഗശൂന്യമാവുകയാണ്. ഇത്തരത്തിൽ കർഷകന്റെ കണ്ണീര് നിറഞ്ഞ നിരവധി പാടശേഖരങ്ങളാണ് ഈ കോട്ടയം ജില്ലയിലുള്ളത്. സ്വർണം പണയം വെച്ചും ബാങ്ക് ലോൺ എടുത്തുമൊക്കെ കൃഷി ഇറക്കിയ നെൽകർഷകന്റെ മുകളിലേക്കാണ് കഴിഞ്ഞ 10 ദിവസമായി വേനൽ മഴ പെയ്തിറങ്ങിയത്. ഒന്നും രണ്ടുമല്ല, 2235 ഏക്കർ നെൽകൃഷി നശിച്ചു പോയിരിക്കുന്നു. 13.5 കോടിയുടെ നഷ്ടം എങ്ങനെ നികത്തുമെന്ന ആശങ്കയിലാണ് നെൽകർഷകർ. ഇതിപ്പോൾ ഒരു 5-8 ദിവസമെങ്കിലും മോട്ടർ ഓടി വെയിലും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ഒരു 5 പൈസയെങ്കിലും കിട്ടത്തുള്ളൂ. അല്ല ഒന്നും തന്നെ ഇപ്പോൾ കിട്ടുകയില്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. 7-8 ലക്ഷം രൂപ ഇപ്പോൾ കുറഞ്ഞത് എനിക്കിപ്പോൾ ചിലവ് വന്നിരിക്കുക ഇതിന്. അപ്പം എനിക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഇത്തവണ വളരെയധികം കൂടുതൽ പൈസ, കഴിഞ്ഞ കൊല്ലം മുടക്കിയതിൻ്റെ ഇരട്ടി പൈസ ഈ വർഷം മുടക്കേണ്ടി വന്നു. ഒരു ഭാഗത്ത് വേനൽ മഴ ദുരിതം വിതച്ചപ്പോൾ മറുഭാഗത്ത് ഏജന്റുമാരും കർഷകനെ വരിഞ്ഞു മുറുക്കുകയാണ്. നെല്ലിന് ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് ഒരു കിൻഡലിന് 10 കിലോയുടെ കിഴിവാണ് ചോദിക്കുന്നത്. ചിലയിടത്ത് അത് 20 വരെ പോകുന്നുണ്ട്. ഈ കിഴിവിന്റെ ചുമട്ടുകൂലിയും കർഷകൻ തന്നെ നൽകേണ്ടി വരും. കർഷക ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തോടെ കാണൂ എന്ന അധികാര കേന്ദ്രങ്ങളുടെ സമീപനം മാറേണ്ടത് അനിവാര്യമാണ്. ക്യാമറമാൻ സച്ചിനൊപ്പം ശ്യാമാർ ബാബു, 24 കോട്ടയം. ശരിക്കും അധികൃതരുടെ കണ്ണ് തുറക്കേണ്ട സമയമാണല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ നെൽകർഷകരുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തേതിനെ അപേക്ഷിച്ച്. അതിനിടെയാണ് കാലം തെറ്റി പെയ്യുന്ന മഴ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും കെടുത്തിക്കളയുന്നത്. ഇതെല്ലാ വേനൽക്കാലത്തും വേനൽ മഴയുടെ സമയത്തും ഉണ്ടാകുന്നതാണ്. പക്ഷേ മുൻവർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വലിയ ദുരിതമാണ് ഇത്തവണ സമ്മാനിച്ചത്. അതെ, സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നഷ്ടപരിഹാരം അത് വളരെ തുച്ഛമായ തുക കിട്ടുന്നു, ലഭിക്കേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്ന പരാതി, ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന തട്ടിപ്പ്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അതിനിടയിലാണ് ഏജന്റുമാരുടെ ചൂഷണം കൂടി പറയുന്നത്. കൃഷിമന്ത്രി പി പ്രസാദിന് ഈ മേഖല നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കൂടി മേഖലയാണ് ഈ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ ഈ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രദേശം കൂടിയാണ്. അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. ഇന്ന് ഈ കൃഷിനാശം സംഭവിച്ച കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ UDF സംഘം സന്ദർശിച്ചു. നശിച്ചുപോയ നെല്ല് പൂർണ്ണമായും സർക്കാർ സംഭരിച്ച് കർഷകരെ സംരക്ഷിക്കണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടനാട്ടിൽ കൃഷിനാശം സംഭവിച്ച പാടശേഖരങ്ങളിൽ സന്ദർശനം നടത്തിയത്. VD സതീശന് പുറമെ KPCC പ്രസിഡന്റ് K സുധാകരൻ, UDF MLA-മാരായ മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, UDF കൺവീനർ MM ഹസൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു.
കർഷകരുടെ എല്ലാ പ്രതിസന്ധികളും ദുരിതങ്ങളും കേട്ടാണ് സംഘം മടങ്ങിയത്. കുട്ടനാട്ടിലെ കർഷകരുടെ പ്രതിസന്ധി പ്രതിപക്ഷം നേരത്തെ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഉറപ്പുകൾ കൃഷിമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷത്തിന് നൽകുകയും ചെയ്തു. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല. സർക്കാർ കുട്ടനാട്ടിലെ കർഷകരെ വഞ്ചിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ഞങ്ങൾ ഇതിനു മുൻപ് കുട്ടനാട് സന്ദർശിച്ച് കുട്ടനാടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ വളരെ ഗൗരവത്തോടു കൂടി കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചതാണ്. അന്ന് കൃഷിമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ഉറപ്പ്, കുട്ടനാടിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. കോടികൾ മുടക്കി സിൽവർ ലൈൻ പോലുള്ള വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സർക്കാർ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ കണ്ണീര് കാണുന്നില്ല എന്നായിരുന്നു KPCC പ്രസിഡന്റ് K. സുധാകരന്റെ വിമർശനം. ഈ പാവപ്പെട്ടയാളുടെ കഷ്ടപ്പാടുകൾ നീക്കാൻ സാധിക്കാത്തൊരു ഗവൺമെന്റിന് ഇവിടെ ഭരണരംഗത്തിരിക്കാൻ എന്ത് അധികാരം? ഈ നാടിന്റെ മണ്ണ്, ഈ നാടിന്റെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ പണമില്ല. ലൈൻ ഉണ്ടാക്കാൻ, സിൽവർ ലൈൻ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് പണമുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ആരുടെ വക്താക്കളാണ്, ആരുടെ പ്രതിനിധികളാണ്? അതാണ് ഇവിടെ ചോദ്യം. കർഷകരുടെ മാസങ്ങളോളമുള്ള അധ്വാനത്തിന്റെ ഫലമാണ് ഇങ്ങനെ വീണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. ഈ വിഷയം സർക്കാരിന് മുൻപിൽ കൃത്യമായി അവതരിപ്പിക്കുമെന്ന ഉറപ്പു നൽകിയ ശേഷമാണ് UDF നേതാക്കൾ കുട്ടനാട് വിട്ടത്. ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. അങ്ങനെയൊന്നും പറയണ്ട. പ്രതിസന്ധി വെച്ചാൽ ഇപ്പോൾ ഇന്ധനവില കഴിഞ്ഞ ഡിസംബറിനേക്കാൾ ഇപ്പോൾ ഈ മാർച്ച് ആയപ്പോഴത്തേക്കും നമുക്കന്ന് 83 രൂപയ്ക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 121, ഇപ്പോൾ 120, 118 ആയി. 10-38 രൂപയുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 10-35-40 കോടി രൂപയുടെ ഒരു അധിക ചിലവ് ഈ ഡിസംബറിനേക്കാൾ ഇപ്പോൾ മാർച്ച് ഏപ്രിലായപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ശമ്പള പരിഷ്കരണം പോലും ഉണ്ടായിട്ടുള്ള അധിക ചിലവ്, ഇന്ധന ചിലവിൻ്റെ ഒരു ഇന്ധന വിലയുടെ വർധനവ് ഒരു പ്രധാന കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധി. പിന്നെ ഇടയ്ക്ക് കഴിഞ്ഞ മാസം 2 ദിവസം സമരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2 ദിവസം സമരം എന്ന് പറയുമ്പോൾ 4 ദിവസത്തെ ഓട്ടത്തെയാണ് ബാധിക്കുന്നത്. ആ കളക്ഷനൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഏതായാലും ഗവൺമെൻറ് പിന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ധനകാര്യ വകുപ്പിനോട് പിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. KSRTCയിൽ ശമ്പളം മുടങ്ങിയ പ്രതിസന്ധിയൊക്കെ ഉണ്ട്. ആ സമയത്ത് അതെ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ ഗതാഗത മന്ത്രി? K-SWIFTുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയത്. അതിനിടയിലാണ് ഈ വിഷയം കൂടി വന്നത്. ഈ K-SWIFTിൽ ഉണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ചില ഡെവലപ്മെന്റ്സ് ഇന്നുണ്ടായിട്ടുണ്ട്. അതെ, ഇന്നലെ ആയിരുന്നു, വൈകിട്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ആദ്യ സർവീസ്. അതിന് തൊട്ട് പിന്നാലെ ഇന്ന് KSRTCയുടെ K-SWIFTിന്റെ 2 ബസ്സുകളാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം തിരുവനന്തപുരത്തും മലപ്പുറം ചങ്കുവെട്ടിയിൽ വെച്ചുമാണ് അപകടമുണ്ടായത്. ബസ്സുകൾ അപകടത്തിൽപ്പെട്ടതിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട് എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. ഇന്നലെയാണ് KSRTCയുടെ അഭിമാന പദ്ധതിയായ K-SWIFT മുഖ്യമന്ത്രി തലസ്ഥാനത്ത് വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എന്നാൽ ആദ്യ യാത്രയിൽ തന്നെ 2 ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരു ബസ്സാണിത്. തലസ്ഥാനത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് കല്ലമ്പലത്ത് വെച്ചാണ് ഈ ബസ് അപകടത്തിൽപ്പെടുന്നത്. ചെറിയ ഡാമേജൊക്കെ ബസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്ററിന്റെ വശത്ത് ബോഡി തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മുകൾ വശത്തുണ്ടായിരുന്ന ഒരു ഇടതുവശത്തെ സൈഡ് മിറർ തട്ടി പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് എതിർവശത്ത് നിന്ന് ഒരു ബൈക്ക് വരികയും ആ ബൈക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഈ ബസ് ഇടതുവശത്തേക്ക് ചേർത്ത സമയത്ത് ലോറിയിൽ തട്ടിയാണ് ഈ ബസ്സിന്റെ ഇടതുവശത്തെ സൈഡ് മിറർ പൊട്ടിപ്പോകുന്നത്. അങ്ങനെ KSRTC ഡിപ്പോയിൽ തന്നെ എത്തിച്ച് പകരം ഇതുപോലുള്ളൊരു ചെറിയൊരു ഗ്ലാസ് വെച്ചാണ് ബസ് യാത്ര തുടർന്ന് ഇന്ന് രാവിലെ കോഴിക്കോട് ഡിപ്പോയിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് 35,000 രൂപ വിലയുള്ള ഗ്ലാസ് പൊട്ടിയെന്നാണ് പറയുന്നത്. AC ബസ് എന്ന് ആണ് പറയുന്നത്. പക്ഷേ AC ബസ്സല്ല, ഇത് സാധാരണ ഒരു ബസ്സാണ്. 35,000 രൂപയുടെ ഗ്ലാസ് അല്ല പൊട്ടിയതെന്ന് ജീവനക്കാർ പറയുകയും ചെയ്യുന്നു. മറ്റൊരു ബസ് അപകടത്തിൽപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്കുവെട്ടി എന്ന സ്ഥലത്ത് വെച്ചാണ്. അത് ഇന്ന് രാവിലെ 9 മണിക്കാണ് അപകടത്തിൽപ്പെടുന്നത്. ഡീലക്സ് എയർ ബസ്സാണ് ഇന്ന് ചങ്കുവെട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്.
രാവിലെ 9 മണിക്കായിരുന്നു അപകടം. ചങ്കുവെട്ടിയിൽ ആളുകളെ കയറ്റാൻ വേണ്ടി നിർത്തിയിട്ട സ്വകാര്യ ബസ്സിലാണ് ഈ DLX എയർ ബസ് കെ സ്വിഫ്റ്റിന്റെ ബസ് തട്ടുന്നത്. ഈ ബസ് ഉരഞ്ഞതിനെ തുടർന്ന് ഇതിന്റെ ഇടതുവശത്ത് പെയിന്റ് പോവുകയും ബോഡി ചളുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ടൂൾ ബോക്സും ബാറ്ററി ബോക്സ് ഒക്കെയാണ് ഈ ബസിന്റെ ഇടതുവശത്തുള്ള അവിടെയുള്ള ബോഡി ഭാഗമാണ് ഈ അപകടത്തിൽ ചെറിയ ഡാമേജ് വന്നിരിക്കുന്നത്. അതിനുശേഷം ബസ് ഓടി 10:15 ഇന്ന് രാവിലെ കോഴിക്കോട് KSRTC ഡിപ്പോയിൽ ബസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും KSRTCയും കെ സ്വിഫ്റ്റും ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ KSRTC MDയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ആദ്യ ദിനത്തിൽ തന്നെയാണ് 2 ബസ്സുകൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് പുറകിൽ സ്വകാര്യ ബസ് ലോബി ഉണ്ടോ എന്നൊരു സംശയവും കൂടി MD പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം കെ സ്വിഫ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കോഴിക്കോട് നിന്ന് ഉണ്ണി തൂവരിനൊപ്പം സിനോജ് തോമസ്, 24. ഇനി തലക്കെട്ടുകൾ നോക്കാം. മിന്നലായി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചെന്ന് ക്രൈംബ്രാഞ്ച്. കാവ്യമാധവനെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതാണ് ഉചിതമെന്ന് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം. അനൂപും സുരാജും നാളെ ഹാജരാകണം. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിയെന്ന പരാതിയിൽ ADGPയോട് റിപ്പോർട്ട് തേടി വിചാരണ കോടതി. മാധ്യമ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ് ഹൈക്കോടതിയിൽ. വിചാരണ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ. KSCBയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. മന്ത്രിയെയും ചെയർമാനെയും കടന്നാക്രമിച്ചു CITU. വകുപ്പിനെ കുറിച്ച് അറിയില്ലെങ്കിൽ മന്ത്രി സ്ഥാനമൊഴിയണം. ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ തലവൻ മന്ത്രിയാണ് എന്നാണ് ഞങ്ങളെല്ലാം ധരിച്ചിട്ടുള്ളത്. അത് കഴിയാതെ പോയാൽ പിന്നെ അതിനുത്തരം ഇപ്പോ ഇതുപോലൊരു വേദിയിൽ ഒരു മുന്നണി മര്യാദയുടെ ചില ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് പറയുന്നില്ല. അത് പറയേണ്ട സമയത്ത് പറയും. തർക്കം തീർക്കാൻ സർക്കാർ ഇടപെടില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ചെയർമാൻ തർക്കം പരിഹരിച്ചില്ലെങ്കിൽ മന്ത്രി ഇടപെടണമെന്ന് എളമരം കരീം. അദ്ദേഹത്തിന് തീർക്കാൻ കഴിയും. തീരുന്നില്ലെങ്കിൽ മന്ത്രി ഇടപെടേണ്ടി വരും. ആ ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുക്കേണ്ടി വരും. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മന്ത്രിക്കും ചെയർമാനുമെതിരെ വീണ്ടും KSCB ഓഫീസേഴ്സ് അസോസിയേഷൻ. തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA KM ഷാജിയുടെ ഭാര്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 25 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് ED കോഴിക്കോട് യൂണിറ്റ്. നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം. കോഴിക്കോട് കോടഞ്ചേരിയിലെ DYFI നേതാവിന്റെ വിവാഹത്തെ ചൊല്ലി വിവാദം. ലവ് ജിഹാദ് എന്ന് ചില സംഘടനകൾ. ആരോപണം തള്ളി ദമ്പതികൾ. വിവാഹം സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് വിശദീകരണം. ഒരു വികാരപരമായി CPIM ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കാൻ CPIM പുറപ്പെടുകയാണ് എന്നെല്ലാം നമ്മൾ പ്രൊപ്പഗാൻഡ അയച്ചു വിടുന്നു. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഒരു ദോഷം ചെയ്തുകൂടായില്ല. ഷിജിൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് M തോമസ്. ഉദ്ഘാടനത്തിന് പിന്നാലെ KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടതിൽ ദുരൂഹതയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. സ്വകാര്യ ബസ് ലോബിയുടെ പങ്ക് അന്വേഷിക്കും. DGPക്ക് പരാതി നൽകി CMD ബിജു പ്രഭാകർ. സർവീസ് തുടങ്ങിയ ആദ്യ ദിനം അപകടത്തിൽപ്പെട്ടത് 2 K സ്വിഫ്റ്റ് ബസ്സുകൾ. ഗവർണറുടെ അതൃപ്തിയെ തുടർന്ന് മാറ്റി നിർത്തിയ KR ജ്യോതിലാലിന് വീണ്ടും പൊതുഭരണ വകുപ്പിന്റെ ചുമതല. M ശിവശങ്കറിന് മൃഗസംരക്ഷണ മൃഗശാല വകുപ്പുകളുടെ അധിക ചുമതല. ടിങ്കു ബിസ്വാൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. KR ജ്യോതിലാലിന്റെ നിയമനത്തിൽ എതിർപ്പില്ലെന്ന് ഗവർണർ. പ്രതികാര മനോഭാവമില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. പത്തനംതിട്ടയിലെ കർഷക ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം. രജീവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വേനൽ മഴയിൽ കാർഷിക മേഖലയിൽ വൻ പ്രതിസന്ധി. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കോടികളുടെ കൃഷിനാശം. ഇതിപ്പോൾ ഒരു 5-8 ദിവസമെങ്കിലും മോട്ടർ ഓടി വെയിലും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ഒരു 5 പൈസയെങ്കിലും കിട്ടത്തുള്ളൂ. അല്ല ഒന്നും തന്നെ ഇപ്പോൾ കിട്ടുകയില്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. സിൽവർ ലൈൻ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ കർഷകരെ കാണുന്നില്ലെന്ന് K സുധാകരൻ. തൃശൂർ പീച്ചിയിലെ ചുമട്ടുതൊഴിലാളിയുടെ ആത്മഹത്യയിൽ പ്രാദേശിക CPM നേതാക്കൾക്കെതിരെ ആരോപണം. മരിച്ചത് CITU വിട്ട് സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ച പീച്ചി സ്വദേശി സജി. ഇവനെ ഒറ്റപ്പെട്ടു, പിന്നെ വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇതിനു വേണ്ടി മാത്രം ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ അവന് ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല, അവന് ചെയ്യേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ അന്വേഷിച്ച് നോക്കി അറിയാം. പ്രാദേശിക CPM നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ. സജിയുടെ മരണത്തിൽ പങ്കില്ലെന്ന് CITU. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
CPIM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത KV തോമസിനോട് കോൺഗ്രസ് അച്ചടക്ക സമിതി വിശദീകരണം തേടി 7 ദിവസത്തിനകം മറുപടി നൽകണം. നടപടി KPCC നൽകിയ പരാതിയിൽ KV തോമസ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് സംസ്ഥാന നേതൃത്വം. KV തോമസിനെ NCPയിലേക്ക് സ്വാഗതം ചെയ്ത് PC ചാക്കോ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് നയതന്ത്ര ഇടപെടൽ സാധ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർക്കാനുള്ള ചർച്ചകളിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല. യമൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്ക് സഹായം നൽകും. ബന്ധുക്കൾക്ക് യമനിലേക്കുള്ള യാത്രയ്ക്കും സൗകര്യമൊരുക്കും. തൊടുപുഴയിൽ 17-കാരി പീഡനത്തിനിരയായ സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസ്. പീഡനം അമ്മയുടെ അറിവോടെ എന്ന് കണ്ടെത്തൽ. കേസിൽ വീണ്ടും പെൺകുട്ടിയുടെ മൊഴിയെടുക്കും. ഇടനിലക്കാരൻ ബേബിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം. വയനാട് കാക്കവയലിൽ വാഹനാപകടത്തിൽ 3 മരണം. കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് വിവാഹ ചടങ്ങിന് പോയി മടങ്ങിയ കുടുംബം. 3.5 വയസ്സുകാരന് ഗുരുതര പരുക്ക്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കാസർഗോഡ് കണ്ണൂർ സ്വദേശികളിൽ നിന്ന് പണം തട്ടിയതായി പരാതി. യുവാക്കളിൽ നിന്ന് വ്യാജ ഏജൻസി തട്ടിയെടുത്തത് 30 ലക്ഷം രൂപ. ജില്ലാ പോലീസ് മേധാവികൾക്ക് പരാതിയുമായി യുവാക്കൾ. കോഴിക്കോട് മുക്കം KMCT പോളിടെക്നിക് കോളേജിൽ പ്രിൻസിപ്പലിനെ ഓഫീസിൽ പൂട്ടിയിട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഉപരോധം 600-ലേറെ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പരാജയപ്പെട്ടതിനാൽ. അധ്യാപക സമരത്തെ തുടർന്ന് പരീക്ഷ നടക്കാത്തതാണ് തോൽവിക്ക് കാരണമെന്ന് വിദ്യാർത്ഥികൾ. ശ്യാമൾ മണ്ഡൽ വധക്കേസ് പ്രതി കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം CBI കോടതി. ശിക്ഷാവിധി നാളെ. കോടതി വിധി പറയുന്നത് 17 വർഷം മുൻപ് നടന്ന കൊലപാതക കേസിൽ. പാലക്കാട് അഗളിയിൽ റോഡ് നിർമ്മാണ തൊഴിലാളികളെ മർദ്ദിച്ച CIക്കെതിരെ കേസ്. അട്ടപ്പാടി പോലീസ് കേസെടുത്തത് നല്ലളം CI കൃഷ്ണനെതിരെ. മർദ്ദനം മദ്യലഹരിയിലെന്ന് പരാതിക്കാർ 24-നോട്. മാനന്തവാടി സബ് RTO ഓഫീസ് ജീവനക്കാരി സിന്ധുവിന്റെ ആത്മഹത്യയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. ഓഫീസിലെ 11 ജീവനക്കാരെ സ്ഥലം മാറ്റാൻ ശുപാർശ. നടപടി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അന്വേഷണത്തിന് പിന്നാലെ. മൊബൈൽ വെളിച്ചം ഉപയോഗിച്ച് നടത്തിയ മഹാരാജാസ് കോളേജിലെ പരീക്ഷകൾ റദ്ദാക്കി. പുതുക്കിയ തീയതി പിന്നീട്. ഇൻവിജിലേറ്റർമാരോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനം. റദ്ദാക്കിയത് ബിരുദ 1ാം സെമസ്റ്റർ 2ാം വർഷ ബിരുദാനന്തര പരീക്ഷകൾ. മണ്ണെണ്ണ വില വർദ്ധിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക്. കടലിൽ പോകാനാകാതെ ഹാർബറുകളിൽ ഉള്ളത് ആയിരക്കണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ. പ്രതിസന്ധി രൂക്ഷമാക്കിയത് സബ്സിഡി ഇനത്തിൽ ലഭിക്കേണ്ട മണ്ണെണ്ണ കിട്ടാതായതോടെ. ആന്ധ്രാപ്രദേശിൽ ട്രെയിനിടിച്ച് 5 പേർ മരിച്ചു. അപകടം ട്രാക്കിലിറങ്ങിയവർക്ക് നേരെ എതിർദിശയിൽ നിന്ന് വന്ന് ട്രെയിനിടിച്ച്. ജാർഖണ്ഡിൽ കേബിൾ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 കുടുങ്ങിക്കിടന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി. ഫിലിപ്പീൻസിൽ ദുരിതം വിതച്ച് മെഗി കൊടുങ്കാറ്റ്. പ്രളയത്തിലും കൊടുങ്കാറ്റിലും 42 മരണം. 27 പേരെ കാണാതായി. നദികൾ കരകവിഞ്ഞൊഴുകുന്നു. രക്ഷാപ്രവർത്തനം ദുസ്സഹം. ക്യാമ്പുകളിൽ കഴിയുന്നത് 17,000-ഓളം പേർ. മിന്നൽ തലക്കെട്ടുകളിൽ നിന്ന് വാർത്താമഴ പോകുന്നത് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്ന് വന്ന വാർത്തയുടെ ഒരു ഫോളോ അപ്പ് വാർത്തയിലേക്കാണ്. തൊടുപുഴ പീഡനക്കേസിൽ ഇരയുടെ അമ്മ അറസ്റ്റിലായിരിക്കുന്നു. ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചാണ് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പീഡനം അമ്മയുടെയും മുത്തശ്ശിയുടെയും അറിവോടെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇതിൽ അമ്മയ്ക്കും മുത്തശ്ശിക്കുമെതിരെ കേസെടുക്കുന്നതിൽ കുറെ കൂടി ആലോചനകൾ വേണമെന്നായിരുന്നല്ലോ അന്വേഷണ സംഘത്തിന്റെ ഇന്നുണ്ടായിരുന്ന ഒരു നിരീക്ഷണം. പെട്ടെന്ന് അറസ്റ്റിലേക്ക് കേസിലേക്കൊക്കെ കടക്കാനിടയായ സാഹചര്യം എന്താണ്? വിജയകുമാർ, തൊടുപുഴയിൽ 17 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായ സംഭവത്തിലാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മയെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് അമ്മയുടെയും മുത്തശ്ശിയുടെയും അറിവോടെയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് ഇവർക്ക് 2 പേർക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് എന്തായാലും അമ്മയ്ക്കെതിരെയും മുത്തശ്ശിക്കെതിരെയും കേസെടുക്കില്ല, കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരെ
വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം തിടുക്കപ്പെട്ട് കേസ് എടുക്കില്ല എന്നായിരുന്നു ആദ്യമേ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ മറ്റു ചില തെളിവുകൾ ഈ അമ്മയ്ക്കെതിരെ ലഭിച്ചതോടെയാണ് പോലീസ് ഇത്ര വേഗം ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മ ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകളുള്ള ആളാണ്. നിലവിലിപ്പോൾ ചികിത്സയിൽ ഇരിക്കെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. മാത്രമല്ല ഈ പ്രധാന പ്രതിയായിട്ടുള്ള ബേബി, ഇടനിലക്കാരനായിട്ടുള്ള പെൺകുട്ടിയെ പല ആളുകളുടെ മുമ്പിൽ എത്തിച്ചു നൽകിയ ആ ബേബിയെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ ഇനി പെൺകുട്ടിയുടെ മുത്തശ്ശിയെയും അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. ശരി, തൊടുപുഴ പീഡനത്തിൽ അമ്മ അറസ്റ്റിലായിരിക്കുന്നു, മുത്തശ്ശി അധികം താമസിക്കാതെ തന്നെ അറസ്റ്റിലാകുമെന്ന വിവരമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, അത് ഇന്ന് ഒരുപക്ഷെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ വാർത്ത തൃശ്ശൂരിലാണ്. പീച്ചിയിൽ CITU ചുമട്ടുതൊഴിലാളിയുടെ ആത്മഹത്യയിൽ CPM നേതാക്കൾക്കെതിരെ ആരോപണം. വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലഞ്ചേരി വീട്ടിൽ സജിയാണ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ CITUവിന് ബന്ധമില്ല എന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. മണ്ണുത്തി പീച്ചിയിൽ CPIM CITU പ്രവർത്തകനായ സജിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 2 CPIM പ്രാദേശിക നേതാക്കളുടെ പേരെഴുതി വെച്ചായിരുന്നു ആത്മഹത്യ. സജിയുടെ ആത്മഹത്യയിലേക്കുള്ള കാരണം വിരൽ ചൂണ്ടുന്നത് CPIMന്റെ പീച്ചി ലോക്കൽ സെക്രട്ടറി M ബാലകൃഷ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള PG ഗംഗാധരൻ എന്നിവരിലേക്കാണ്. CITUവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇവനൊരു 2 ആഴ്ചയായിട്ട് ഭയങ്കര മൂഡ് ഓഫാണ്. ഇവന് വേറെ ബാധ്യതകളില്ല, ഒരു പ്രശ്നങ്ങളില്ല, വീട്ടിലൊരു പ്രശ്നം, ഞാനും അമ്മയും അവനും മാത്രമേ ഉള്ളൂ. ഇവന് ഒറ്റപ്പെട്ടു, പിന്നെ വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇതിനു വേണ്ടി മാത്രം ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ അവൻ ഒരിക്കലും ചെയ്യേണ്ട കാര്യം. CPIM ബ്രാഞ്ച് സെക്രട്ടറിയായ ഗംഗാധരന് തന്നെയാണ് CITUവിൻ്റെ ചുമതലയും. ഗംഗാധരന്റെ നേതൃത്വം നടക്കുന്ന പണപ്പിരിവിനെ സജി ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തു. ഇത് CITUവിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. ഒരു വിഭാഗം പ്രവർത്തകർ CITU യൂണിഫോം ഉപേക്ഷിച്ച പ്രവർത്തനം തുടങ്ങി. പാർട്ടി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഒരു വിഭാഗം CITU പ്രവർത്തകർ പാർട്ടിയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. ഇതിൽ മനോവിഷമമുണ്ടായിരുന്നു സജിക്ക്. സജിയെ ഒറ്റപ്പെടുത്തുന്നതായിരുന്നു കാരണം. ആഭ്യന്തരമായ ചില അഭിപ്രായങ്ങളുടെ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ തൊഴിലുമായോ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന വിധമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒന്നും അവിടെ ഒരു നിലയ്ക്കും ഉണ്ടായിട്ടില്ല, ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. സജിക്കു നേരെ വധഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലും പരാമർശിച്ചിട്ടുണ്ട്. സജിയുടെ മരണത്തെ തുടർന്ന് വലിയ സംഘർഷമാണ് പീച്ചിയിലുണ്ടായത്. CPIMന്റെ കൊടിമരവും സ്തൂപങ്ങളും തകർത്തു. സജിയുടെ ആത്മഹത്യയിലും പിന്നീടുണ്ടായ സംഘർഷത്തെക്കുറിച്ചും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ. 17 വർഷം മുൻപ് തിരുവനന്തപുരത്തുണ്ടായ ഒരു കൊലപാതകത്തിൽ CBI കോടതി വിധി പറഞ്ഞ ദിവസം കൂടിയായിരുന്നു ഇന്ന്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ശ്യാമൾ മണ്ഡലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം CBI കോടതി കണ്ടെത്തി. 2ാം പ്രതി മുഹമ്മദ് അലിയെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷ നാളെ വിധിക്കും. 2005 ഒക്ടോബർ 17-നാണ് 7 ദിവസം പഴക്കമുള്ള ജഡം കോവളം വെള്ളാറിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തുന്നത്. അന്വേഷണത്തിനൊടുവിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരാഴ്ച മുമ്പ് കാണാതായ ആൻഡമാൻ സ്വദേശി ശ്യാമൾ മണ്ഡലിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു.
നഗരത്തെ നടുക്കിയ കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ശ്യാമൾ മണ്ഡലിനെ പണത്തിനു വേണ്ടി കുടുംബസുഹൃത്ത് മുഹമ്മദ് അലിയും കൂട്ടുപ്രതി ദുർഹ ബഹദൂറും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ശ്യാമൾ മണ്ഡലിന്റെ ഫോൺ രേഖകളാണ് ഈ കേസിൽ നിർണായകമായത്. ശ്യാമളിനെ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരും ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ശ്യാമൾ മണ്ഡലിന്റെ ഫോണിൽ നിന്ന് പ്രതികൾ പിതാവ് ബസുദേവ് മണ്ഡലിനെ വിളിച്ച 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണവുമായി ബസുദേവ് മണ്ഡൽ ചെന്നൈയിലെത്തിയപ്പോഴേക്കും കോവളത്ത് മൃതദേഹം കണ്ടെത്തിയിരുന്നു. ശ്യാമളിന്റെ ഫോൺ ചെന്നൈയിലെ ഒരു കടയിൽ വിറ്റ ശേഷം പ്രതി മുഹമ്മദ് അലി ആൻഡമാനിലേക്ക് കടന്നു. ഇവിടെ നിന്നാണ് പ്രതിയെ പിടികൂടുന്നത്. എന്നാൽ രണ്ടാം പ്രതി ദുർഹ ബഹദൂറിനെ ഇനിയും പിടികൂടാനായിട്ടില്ല. ശ്യാമൾ മണ്ഡലിന്റെ മൃതദേഹം കോവളത്ത് നിന്ന് കണ്ടെത്തുമ്പോൾ കഴുത്തിൽ കയറിട്ട് മുറുക്കിയ നിലയിലായിരുന്നു. അസ്ഥികൾക്കും പൊട്ടലുണ്ടായിരുന്നു. ഫോർട്ട് പോലീസ് അന്വേഷിച്ച കേസ് ശ്യാമളിന്റെ പിതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് 2008 CBI ഏറ്റെടുക്കുന്നത്. രണ്ടാം പ്രതിക്കെതിരെ CBI ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. ഒന്നാം പ്രതി മുഹമ്മദ് അലിക്കെതിരായ കുറ്റം ശരിവച്ച കോടതി 17 വർഷങ്ങൾക്ക് ശേഷം കേസിൽ നാളെ വിധി പറയും. അടുത്തത് അട്ടപ്പാടിയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. അവിടെ റോഡ് പണിക്കെത്തിയ സ്ത്രീയെയും യുവാവിനെയും കോഴിക്കോട് നല്ലളം CI മർദ്ദിച്ചതായി അഗളി പോലീസിന് പരാതി ലഭിച്ചു. അട്ടപ്പാടി സ്വദേശി കൂടിയായ CI കൃഷ്ണനെതിരെയാണ് പരാതി. റോഡ് പണിക്കായി എത്തിയ തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശിനി മരതകത്തിനും തൊടുപുഴ സ്വദേശി അലക്സിനുമാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഉത്തരമേഖല IG-ക്ക് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൃഷ്ണഗിരിയിൽ നിന്ന് റോഡ് പണിക്കെത്തിയ മരതകത്തിനും അലക്സിനുമാണ് നല്ലളം CIയുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഒരു പ്രകോപനവുമില്ലാതെ ഇരുവരെയും നല്ലളം CI മർദ്ദിക്കുകയായിരുന്നു. അഗളി CI ആണ് താനെന്ന് പറഞ്ഞായിരുന്നു ഈ പോലീസുകാരന്റെ മർദ്ദനം. റോഡ് പണിക്കെത്തിയ തൊഴിലാളികളെ മർദ്ദിക്കുമ്പോൾ CI K കൃഷ്ണൻ പൂർണ്ണമായ മദ്യലഹരിയിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. അഗളി പോലീസ് സംഭവത്തിൽ K കൃഷ്ണനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നല്ലപോലെ മദ്യം കഴിച്ചിട്ടുണ്ട്. കുപ്പിയും അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട മദ്യവും കണ്ടിരുന്നു. ആള് മേസ്തിരി ചോദിച്ചു ആളുടെ അടുത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന വഴിക്ക് അടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ഞാനിവിടുത്തെ CI ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ 2 കാരണത്തും അടിച്ചു. മുഖത്തിൻ്റെ അടിച്ചു, ഈ സൈഡിലും അടിച്ചു. ഈ സൈഡിൽ ടോർച്ച് വെച്ചാണ് അടിച്ചത്. ഇവിടെ ടോർച്ചിനടിച്ച് തല ഫുള്ളായിട്ട് എനിക്ക് മരച്ചിരിക്കുകയാണ്. അതൊരു വേദന കാരണം എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല. റോഡ് പണിയിലൂടെ പഠിച്ച് സേനയിലെത്തിയതിനെ തുടർന്ന് മാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തിയ അതേ ഉദ്യോഗസ്ഥനാണ് റോഡ് പണിക്കെത്തിയ അതിഥി തൊഴിലാളികളോട് ഈ ക്രൂരത കാണിച്ചത്. പോലീസ് 323, 324 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ൽ അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി SI സെലക്ഷൻ കിട്ടിയ വ്യക്തിയാണ് K കൃഷ്ണൻ. 2019 അദ്ദേഹത്തിന് CA ആയി പ്രൊമോഷൻ കിട്ടിയത്. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയിട്ടില്ല. പാലക്കാട് നിന്ന് ക്യാമറാമാൻ രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24. മാനന്തവാടി സബ് RT ഓഫീസ് ജീവനക്കാരി സിന്ധുവിന്റെ ആത്മഹത്യ വാർത്ത പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ അത് വകുപ്പ് തലത്തിൽ തന്നെ നടന്നിരുന്നു അല്ലേ? അന്വേഷണത്തിന്റെ അതെ ശുപാർശകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ശുപാർശ? അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓഫീസിലെ 11 പേരെ വിവിധ ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റണമെന്നാണ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അന്വേഷണത്തിന് പിന്നാലെയുള്ള ശുപാർശ. അന്തിമ അന്വേഷണ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മാനന്തവാടി സബ് RT ഓഫീസിലെ ജീവനക്കാരി സിന്ധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ഓഫീസിലെ മറ്റ് ജീവനക്കാരുടെ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. പിന്നാലെ ഗതാഗത മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അന്വേഷണത്തിൽ മാനന്തവാടി സബ് ആർ ടി ഓഫീസിലെ മിക്ക ജീവനക്കാരും 8 വർഷത്തിലധികമായി അതേ ഓഫീസിൽ ജോലി ചെയ്യുകയാണെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരുടെ സ്ഥലം മാറ്റം അനിവാര്യമാണെന്ന് കാണിച്ച റിപ്പോർട്ടിൽ ശുപാർശ നൽകുകയും ചെയ്തു. സിന്ധുവിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ച ആഭ്യന്തര അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. സംഭവത്തിന് പിന്നാലെ അവധിയിൽ പ്രവേശിച്ച ജൂനിയർ സൂപ്രണ്ട് അജിത് കുമാരിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചനയുണ്ടെങ്കിലും അന്തിമമായി എന്ത് നടപടി കൈക്കൊള്ളുമെന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളുമായി വാർത്താമഴ തുടരുകയാണ്. KSEB ചെയർമാനും ഓഫീസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള തർക്കം മന്ത്രിതലത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ബോർഡ് ചെയർമാൻ B അശോക് സമവായ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. മാധ്യമ വാർത്തകളല്ലാതെ ചർച്ചയ്ക്കുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സംഘടനാ നേതാക്കളും പ്രതികരിച്ചു. ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം പട്ടം വൈദ്യുതി ഭവന് മുന്നിൽ തുടരുകയാണ്. തുറക്കും തോറും അടയുന്ന വാതിൽ. KSEB വിവാദത്തെ ഒരൊറ്റ വാചകത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. KSEB ചെയർമാൻ B അശോകും KSEB ഓഫീസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള തർക്കം നാൾക്കുനാൾ മൂർച്ഛിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്തെത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ രാവിലെ തന്നെ വസതിയിലെത്തി കണ്ടു ചെയർമാൻ B അശോക്. സ്വാഭാവിക കൂടിക്കാഴ്ചയെന്നാണ് വിശദീകരണമെങ്കിലും പ്രധാന വിഷയം തർക്കം തന്നെ. കൂടിക്കാഴ്ച നടത്തിയല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വെച്ച് ഞാനൊന്നും പറയില്ല. ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ വീടല്ലേ, അദ്ദേഹത്തിന്റെ റെസിഡൻസ്, ഞാൻ പറയുന്നത് ശരിയല്ല. പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടാനില്ലെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാട്. ബോർഡു തലത്തിൽ സമവായം സാധ്യമെന്നും B അശോക് തന്നെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുമെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. അവരൊരു വിശദീകരണം കൊടുക്കുമ്പോൾ ചെയർമാൻ വിളിച്ച് സംസാരിച്ചത് ഞാൻ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയർമാൻ്റെ ലെവലിൽ തീർക്കേണ്ടതല്ലേ ഉള്ളൂ. എന്നാൽ മാധ്യമ വാർത്തകളല്ലാതെ മറ്റൊന്നും അറിയില്ലെന്നും ചെയർമാൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്നും KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പ്രതികരിച്ചു. സസ്പെൻഷൻ മെമ്മോയ്ക്ക് വിശദമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും നടപടി നേരിട്ട MG സുരേഷ് കുമാർ. മുൻ വൈദ്യുതി മന്ത്രിയും അതുപോലെ തന്നെ നിലവിലുള്ള വൈദ്യുതി മന്ത്രിയും തമ്മിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് മാനേജ്മെന്റിനോട് ഇക്കാര്യത്തിനകത്ത് നടപടി സ്വീകരിക്കണമെന്ന് വൈദ്യുതി മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും ഈ പറയുന്ന പോലെ മീഡിയയിൽ കിട്ടുന്ന വിവരം എനിക്കുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് അക്കാര്യത്തിൽ ധാരണയില്ല. ചർച്ചയ്ക്ക് ചെയർമാനെ ചുമതലപ്പെടുത്തിയതിൽ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CITU നേതാവ് KS സുനിൽകുമാർ രംഗത്തെത്തി. പാലക്കാട് ചിറ്റൂരിൽ കൊതുമ്പിന് മുകളിൽ കൊച്ചങ്ങ വളരുകയാണെന്നും സുനിൽകുമാറിന്റെ പരിഹാസം. കൊതുമ്പിന് മുകളിൽ തേങ്ങ കായ്ക്കുന്ന കീഴ്വഴക്കമുണ്ടായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് KSEBയുടെ ഭരണം കണ്ടപ്പോഴാണ്, അത് ചിറ്റൂര് കണ്ടപ്പോഴാണ്. എനിക്കിതൊന്നും അറിയില്ല. ഞാനിതങ്ങ് ബന്ധപ്പെടാം, ഞാനിതങ്ങ് പരിശോധിക്കാം. ഇത് ആരോടാ പറയുക? ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ തലവൻ മന്ത്രിയാണ് എന്നാണ് ഞങ്ങളെല്ലാം ധരിച്ചിട്ടുള്ളത്. അത് കഴിയാതെ പോയാൽ പിന്നെ അതിനുത്തരം ഇപ്പൊ ഇതുപോലൊരു വേദിയിൽ ഒരു മുന്നണി മര്യാദയുടെ ചില ഉത്തരവാദിത്വങ്ങൾ ഉള്ളത് കൊണ്ട് പറയുന്നില്ല. അത് പറയേണ്ട സമയത്ത് പറയും. അതിനിടെയാണ് KSEB ചെയർമാനെതിരെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ അടുത്ത തട്ട്. ബജറ്റിൽ തെറ്റായ കണക്കുകൾ ഉൾപ്പെടുത്തിയെന്നും വരുമാനം പെരുപ്പിച്ചു കാട്ടിയെന്നും ആരോപണം. ചെയർമാനെതിരെയും ഫിനാൻസ് ഡയറക്ടർക്കെതിരെയും നടപടി വേണമെന്നും സംഘടന.
ചെയർമാന്റെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കും വരെ സമരം തുടരുമെന്നാണ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. അതിനിടെ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സമവായ ചർച്ച നാളെ ഉണ്ടാകുമെന്നാണ് വിവരം. IAS തലപ്പത്ത് ചില അഴിച്ചുപണികൾ ഉണ്ടായ ദിവസം കൂടിയാണ് ഇന്ന്. അതിൽ ഏറ്റവും പ്രധാനം ഗവർണറുടെ അതൃപ്തിയെ തുടർന്ന് മാറ്റിയ KR ജ്യോതിലാലിന് വീണ്ടും പൊതുഭരണ വകുപ്പിൽ നിയമനം നൽകി എന്നതാണ്. IAS തലപ്പത്തെ അഴിച്ചുപണിയിലാണ് ഇത്തരത്തിലേക്ക് ജ്യോതിലാൽ പൊതുഭരണ വകുപ്പിൽ തിരിച്ചെത്തിയത്. M ശിവശങ്കരനും സർക്കാർ കൂടുതൽ ചുമതലകൾ നൽകി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 17 പിറ്റേന്ന് നടക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടില്ലെന്ന ഗവർണറുടെ സമ്മർദ്ദത്തിന് സാക്ഷിയായ സായാഹ്നം. പിന്നെ കണ്ടത് തികച്ചും നാടകീയമായ രംഗങ്ങൾ. ഒരു വിയോജനക്കുറിപ്പിലൂടെ വില്ലനായ പൊതുഭരണ വകുപ്പിലെ സെക്രട്ടറിയായിരുന്ന KR ജ്യോതിലാലിനെ ബലികൊടുത്തുകൊണ്ടാണ് അന്ന് സർക്കാർ പ്രതിസന്ധി മറികടന്നത്. ഗവർണറുടെ അതൃപ്തിയെ തുടർന്ന് മാറ്റിയ KR ജ്യോതിലാലിനെ 2 മാസത്തിനിപ്പുറം പൊതുഭരണ വകുപ്പിലെ അതേ കസേരയിൽ മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അന്ന് കണ്ണുരുട്ടിയെങ്കിലും KR ജ്യോതിലാലിനോട് തനിക്ക് യാതൊരുവിധ പകയുമില്ലെന്ന് ഗവർണർ. പൊതുഭരണ വകുപ്പിൽ അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്നതിനോട് തനിക്ക് എതിർപ്പില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. Now position has been explained to me. It's okay. The purpose is not to harass somebody or punish somebody. Purpose is only take notice of the fact that all should remain within their bounds. And that message has gone. So you can't have the attitude of vengeance. No. സ്വർണ്ണക്കടത്ത് വിവാദത്തിനു പിന്നാലെ അച്ചടക്ക നടപടി നേരിട്ട മുൻ IT സെക്രട്ടറി M ശിവശങ്കരനും സർക്കാർ കൂടുതൽ ചുമതലകൾ നൽകിയിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും മൃഗശാലയുടെയും അധിക ചുമതലകളാണ് ശിവശങ്കറിന് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള കായിക യുവജനക്ഷേമ വകുപ്പുകളുടെ ചുമതലകൾക്ക് പുറമെയാണ് അധിക ചുമതലകൾ സർക്കാർ നൽകിയത്. പണിമുടക്കാനുള്ള തൊഴിലാളികളുടെ നിയമപരമായ അവകാശത്തെ കോടതി ചോദ്യം ചെയ്യുകയാണെന്ന് ആരോപിച്ച് തൊഴിലാളി സംഘടനകൾ ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തി. തൊഴിലാളികൾക്കെതിരായ വിധി പറയാൻ കോടതികൾക്ക് പ്രത്യേക താല്പര്യമുള്ള പോലെ എന്നാണ് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP പ്രതികരിച്ചത്. പണിമുടക്കാനുള്ള അവകാശത്തെ നിരോധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയന്റെ മാർച്ച്. കൊച്ചി മേനകയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായ 2000-ഓളം തൊഴിലാളികളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. മാർച്ച് 28, 29 തീയതികളിലായിരുന്നു ദേശീയ പണിമുടക്ക്. സമരത്തിൽ പങ്കെടുക്കാനുള്ള സർക്കാർ ജീവനക്കാരുടെ ശ്രമത്തെ ഹൈക്കോടതി തടഞ്ഞു. നിയമവിരുദ്ധമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. തൊഴിലാളികൾക്കെതിരെ വിധി പറയാൻ കോടതികൾക്ക് എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്നായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവ് എളമരം കരീമിന്റെ പ്രതികരണം. ചുമട്ടു തൊഴിലാളികൾക്കെതിരെയായ വിധിയിൽ ഇതുവരെ അവരുടെ പ്രതികരണം കേൾക്കാൻ കോടതി തയ്യാറായിട്ടില്ല. വിധിയെ ബഹുമാനിക്കുന്നതുകൊണ്ടും കോടതികളെ ബഹുമാനിക്കുന്നതും കൊണ്ടാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാത്തതെന്നും എളമരം കരീം ഇന്ന് വ്യക്തമാക്കി. അടുത്ത കാലത്തായി തൊഴിലാളികൾക്കെതിരായി വിധി പറയാൻ എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളതുപോലെ കോടതികൾ പെരുമാറുന്നു. ആദ്യം ഇരയാക്കിയത് കേരളത്തിലെ ചുമട്ടു തൊഴിലാളികളെയാണ്. ഇന്നേ വരെ ചുമട്ടു തൊഴിലാളി മേഖലയിലുള്ള വിധിയിൽ ചുമട്ടു തൊഴിലാളികളുടെ പ്രതിനിധികളുടെ അഭിപ്രായം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതി കേട്ടിട്ടില്ല. അവർക്കും അഭിപ്രായമുണ്ടല്ലോ, അവർ നാട്ടിലെ പൗരന്മാരാണല്ലോ. പണിമുടക്കുകളെ നിഷേധിക്കുന്ന ഉത്തരവുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ്
ട്രേഡ് യൂണിയനുകളുടെ തീരുമാനം. തൊഴിൽ ചൂഷണങ്ങളുടെ ഈ കാലത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം കൂടി ഇല്ലാതായാൽ വിലപേശാനുള്ള ശക്തി ദുർബലമാകുമെന്ന് ട്രേഡ് യൂണിയനുകൾ വിശ്വസിക്കുന്നു. ക്യാമറമാൻ നന്ദകിഷോറിനോടൊപ്പം രാഹുൽ സുരേഷ്, 24 കൊച്ചി. CPIM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത KV തോമസിനോട് ഒടുവിൽ കോൺഗ്രസ് അച്ചടക്ക സമിതി വിശദീകരണം തേടിയിരിക്കുന്നു. 7 ദിവസത്തിനകം മറുപടി നൽകണം. KV തോമസ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം സംസ്ഥാന നേതൃത്വം AK ആന്റണിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി പുനഃസംഘടിപ്പിച്ചിരുന്നു. പുനഃസംഘടിപ്പിച്ച അച്ചടക്ക സമിതിയുടെ ആദ്യ യോഗമാണ് ഇന്നലെ നടന്നത്. 2 പരാതികൾ പ്രധാനമായും പരിഗണിച്ചു. കേരളത്തിൽ നിന്നുള്ള KV തോമസിന് എതിരായി സംസ്ഥാന PCC നൽകിയ പരാതിയും പഞ്ചാബിൽ നിന്നുള്ള മുതിർന്ന നേതാവ് സുനിൽ ജാഗറിന് എതിരായിട്ടുള്ള ആരോപണങ്ങളുമാണ് ഈ സമിതി ഇന്നലെ പരിശോധിച്ചത്. 2 പരാതികളിലും പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വിശദീകരണം 2 നേതാക്കളോടും തേടാനായി തീരുമാനിച്ചിരുന്നു. ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഇന്ന് ഈ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 2 പേരോടും KV തോമസിനോടും സുനിൽ ജാഗറിനോടും 7 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ഇപ്പോൾ അച്ചടക്ക സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 7 ദിവസത്തിനകം അച്ചടക്ക സമിതിക്ക് തൃപ്തികരമായിട്ടുള്ള വിശദീകരണം നൽകാൻ 2 പേർക്കും സാധിച്ചില്ലെങ്കിൽ ഇവർക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. ഏതായാലും അച്ചടക്ക നടപടിയുടെ നോട്ടീസ് KV തോമസിന് കിട്ടുന്നതിന് മുമ്പ് NCPയുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ നീക്കമുണ്ടായി എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. NCPയിലേക്ക് KV തോമസിനെ സ്വാഗതം ചെയ്യുന്ന വിധത്തിലായിരുന്നു PC ചാക്കോയുടെ ഇന്നത്തെ പ്രതികരണം. KV തോമസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണ്, CPM അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KV തോമസ് അടക്കമുള്ള ആളുകൾക്ക് കടന്നു വരാവുന്ന ഒരു പാർട്ടിയാണ് NCP. കാരണം ഞങ്ങൾ ഒരു കോൺഗ്രസ് സംസ്കാരമുള്ള പാർട്ടിയാണ്. കോൺഗ്രസ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്കാരമുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തോമസ് അടക്കമുള്ള ആളുകൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു പാർട്ടി തന്നെയാണ് NCP. കോൺഗ്രസിനെ സംബന്ധിച്ച് അച്ചടക്ക സമിതികൾ ചേരുകയും നോട്ടീസ് നൽകാനായി തീരുമാനിക്കുകയും പിന്നീട് നടപടികളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുകയായിരുന്നു സാധാരണഗതിയിലുള്ള പതിവ്. അല്ലെങ്കിൽ ഈ സമിതികൾ ചേരുകയും അച്ചടക്ക നോട്ടീസ് നൽകാനായി തീരുമാനിക്കുകയും പിന്നീട് അത് വൈകുകയും ചെയ്യുകയായിരുന്നു പതിവ്. ആ രീതിക്ക് കൂടിയാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. ഇന്നലെ ചേർന്ന അച്ചടക്ക സമിതിയുടെ തീരുമാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നോട്ടീസ് ഇന്ന് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു, നേതാക്കൾക്ക് കൈമാറിയിരിക്കുന്നു. ഏതായാലും 2 നേതാക്കളും നൽകുന്ന വിശദീകരണം എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇതേ സമയം തന്നെ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തിന് ഈ വിധത്തിൽ അച്ചടക്ക നടപടികൾ കൊണ്ടുപോകുന്നതിൽ വലിയ എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് KV തോമസിന്റെ കാര്യത്തിൽ CPMുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ വിഭാഗം പറയുന്നത്. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം സഹകരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ എന്ന ആശയത്തിന് വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ KV തോമസ് അടക്കമുള്ള നേതാക്കൾക്ക് എതിരെ CPM വേദിയിൽ പങ്കെടുത്ത എന്ന കാരണത്തിൽ, ഒരു സെമിനാറിൽ പങ്കെടുത്തു എന്ന കാരണത്തിൽ അച്ചടക്ക നടപടി എടുക്കുന്നതിലെ സാങ്കത്യമാണ് ചില നേതാക്കൾ ചോദിക്കുന്നത്. ഏതായാലും ഇതും ഈ വിശദീകരണം ലഭിക്കുന്ന KV തോമസ് നൽകുന്ന വിശദീകരണത്തിന് തുടർച്ചയായിട്ട് അച്ചടക്ക സമിതി പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് പരീക്ഷ എഴുതിയ സംഭവം ഇന്നലെ വാർത്താമഴ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട നടപടികൾ ഉണ്ടായിട്ടുണ്ട്. എഴുതിയ പരീക്ഷകൾ റദ്ദാക്കാനാണ് ആദ്യ തീരുമാനം. ബിരുദ 1ാം സെമസ്റ്റർ പരീക്ഷയും 2ാം വർഷ ബിരുദാനന്തര പരീക്ഷയുമാണ് റദ്ദാക്കിയത്. പകരം മറ്റൊരു ദിവസം പരീക്ഷകൾ നടത്തും. പരീക്ഷാ ഹാളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപകർക്കെതിരെ തൽക്കാലം നടപടി ഉണ്ടാകില്ല. എറണാകുളം മഹാരാജാസ് കോളേജിൽ വിചിത്രമായി പരീക്ഷ നടത്തിയത് ഇന്നലെ. ബിരുദ 1ാം സെമസ്റ്റർ പരീക്ഷയും 2ാം വർഷ ബിരുദാനന്തര ബിരുദ പരീക്ഷയുമാണ് വിദ്യാർത്ഥികൾ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് തെളിയിച്ച് എഴുതിയത്. സംഭവം വൻ വിവാദമായി. കോളേജ് പുറത്തിറക്കിയ പരീക്ഷാ നിർദ്ദേശങ്ങൾ അധികൃതർ തന്നെ കാറ്റിൽ പറത്തിയ സംഭവം 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അതിവേഗ പരിഹാരക്രിയ. സംഭവത്തിൽ പ്രിൻസിപ്പൽ പരീക്ഷാ സൂപ്രണ്ടിനോട് അടിയന്തര റിപ്പോർട്ട് തേടി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിവാദത്തിന് വഴിവെച്ച പരീക്ഷകൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. ബിരുദ 1ാം സെമസ്റ്റർ പരീക്ഷയും 2ാം വർഷ ബിരുദാനന്തര ബിരുദ പരീക്ഷയുമാണ് റദ്ദാക്കിയത്. പകരം മറ്റൊരു ദിവസം പരീക്ഷകൾ നടത്തും.
പരീക്ഷാ ഹാളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇൻവിജിലേറ്റർമാരോട് വിശദീകരണം ചോദിക്കുമെങ്കിലും തൽക്കാലം നടപടിയുണ്ടാകില്ല. പരീക്ഷാ ഹാളിൽ വെളിച്ചമെത്തിക്കുന്നതിന് പെട്ടെന്നുണ്ടായ പ്രതികരണം എന്നായിരുന്നു പരീക്ഷാ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട്. അത്തരമൊരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിച്ചതല്ലെന്നും വിശദീകരണം. പരീക്ഷാ ഹാളിലുണ്ടായിരുന്ന ഇൻവിജിലേറ്റർമാർക്കെതിരെ നടപടി സ്വീകരിക്കുക, പരീക്ഷകൾ വീണ്ടും നടത്തുക, നാളെ മുതലുള്ള പരീക്ഷകൾ സൗകര്യമുള്ള ഹാളുകളിൽ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. വിവാദം തൽക്കാലം അവസാനിച്ചെങ്കിലും മഹാരാജാസ് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലേക്ക് കതക് തുറക്കുന്നതായി മാറി ഈ സംഭവം. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ നിയമിക്കുന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഈ വാർത്തയിലേക്കാണ് ഇനി വാർത്താമഴ പോകുന്നത്. ADGPമാരുടെ യോഗത്തിൽ തീരുമാനമായില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ സേനയിലേക്ക് നേരിട്ടെടുക്കുന്നത് സംബന്ധിച്ച് പോലീസിൽ അഭിപ്രായ സമന്വയമില്ല എന്നുള്ളതാണ് പ്രശ്നത്തിന് കാരണം. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പോലീസിനോട് അഭിപ്രായം ആരാഞ്ഞത് 2 മാസങ്ങൾക്ക് മുമ്പ്. ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGPയോടും ADGP AP ബറ്റാലിയനോടും നിർദ്ദേശിച്ചിരുന്നു. ഇവരുടെ റിപ്പോർട്ട് ഇന്നലെ ചേർന്ന ADGPമാരുടെ യോഗം ചർച്ച ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായ സമന്വയത്തിലെത്താൻ യോഗത്തിന് കഴിഞ്ഞില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ നേരിട്ട് പോലീസിലേക്ക് നിയമിക്കുന്നത് സംബന്ധിച്ചാണ് ആശയക്കുഴപ്പം. പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായും യോഗത്തിൽ ഉയർന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനെ ആദ്യഘട്ടത്തിൽ ഹോംഗാർഡായി പരിഗണിക്കാമെന്നൊരു അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു. പ്രകടനം വിലയിരുത്തിയ ശേഷം സേനയിലേക്ക് പരിഗണിക്കാമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു വന്നു. പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി IG-യുടെ നേതൃത്വത്തിൽ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ADGPമാരുടെ അടുത്ത യോഗം ഈ റിപ്പോർട്ട് പരിഗണിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളും. അതിനുശേഷമായിരിക്കും പോലീസിന്റെ നിലപാട് സർക്കാരിനെ അറിയിക്കുക. ചുരുക്കത്തിൽ പോലീസ് സേനയിലെ ട്രാൻസ്ജെൻഡേഴ്സ് നിയമനം സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകുമെന്നാണ് സൂചനകൾ. വാർത്താമഴ ജാർഖണ്ഡിലേക്കാണ് പോകുന്നത്. അവിടെ ത്രികുട്ട് കുന്നിൽ കേബിൾ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കുടുങ്ങിക്കിടന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തി. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ, ദുരന്ത നിവാരണ സേന, NDRF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവർ ചേർന്നാണ് ഈ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ജാർഖണ്ഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റോപ്പ് വേ ആണ് ത്രികുട മലനിരകളിലേത്. ദിയോഗർ ജില്ലയിലെ ബാബ ബൈദ്യനാഥ് ക്ഷേത്രത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ 766 മീറ്റർ നീളത്തിലാണ് റോപ്പ് വേ. 4 പേർക്ക് വീതം ഇരിക്കാവുന്ന 25 ക്യാബിനുകളാണ് ഉള്ളത്. രാമനവമി ദിവസമായ ഞായറാഴ്ച ക്ഷേത്രം സന്ദർശിക്കാനും കാഴ്ചകൾ കാണാനുമായി 100-ലധികം ആളുകൾ ഇവിടെ എത്തി. ഇതിനിടയിലാണ് കേബിൾ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. പിന്നെ കടന്നുപോയത് മരണവും ജീവിതവും മുഖാമുഖം കണ്ട 44 മണിക്കൂർ. 1.5 ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അവശേഷിച്ച 5 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ഉച്ചയ്ക്ക് 1 മണിയോടെ രക്ഷാപ്രവർത്തനം അവസാനിച്ചതായി സേന പ്രഖ്യാപിച്ചു. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ കയറുന്നതിനിടെ ഒരു സ്ത്രീ വീണു മരിച്ചതോടെ ആകെ മരണസംഖ്യ 3 ആയി. വ്യോമസേന ഹെലികോപ്റ്ററുകളും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും
ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുടുങ്ങിക്കിടന്ന ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ഡ്രോണുകളിൽ എത്തിച്ചുകൊണ്ടേയിരുന്നു. അപകട കാരണം സാങ്കേതിക തകരാറാണെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം റോപ്വേയുടെ ഉടമസ്ഥരായ സ്വകാര്യ കമ്പനി ജീവനക്കാരും ഉടമസ്ഥരും ഒളിവിലാണ്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൂടാതെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സ്വമേധയാ കേസുമെടുത്തു. ഈ വാർത്താമഴ പോകുന്നത് മറ്റൊരു അപകട വാർത്തയിലേക്കാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന വാർത്ത. ട്രെയിൻ ഇടിച്ച് 7 പേർ മരിച്ചു. ശ്രീകാകുളത്തെ ബത്വ റെയിൽവേ ഗേറ്റിന് സമീപമാണ് അപകടമുണ്ടായത്. ട്രാക്കിൽ ഇറങ്ങിയവരെ എതിരെ വന്ന ട്രെയിൻ ഇടിക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ല, അവിടെ ബത്വ റെയിൽവേ ഗേറ്റ്. ഇന്നലെ രാത്രി അവിടം ഒരു കുരുതിക്കളമായി മാറുകയായിരുന്നു. പാഞ്ഞെത്തിയ തീവണ്ടി തകർത്തെറിഞ്ഞത് 5 ജീവനുകൾ. സെക്കന്ദരാബാദിൽ നിന്നും ഗുവാഹത്തിക്ക് പോവുകയായിരുന്ന ഗുവാഹത്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ബത്വ റെയിൽവേ ഗേറ്റിനടുത്തെത്തുമ്പോൾ ഒരു ബോഗിയിൽ നിന്നും പുക ഉയരുന്നു. ഭയന്നുപോയ യാത്രക്കാർ അപായ ചങ്ങല വലിച്ച് അവിടെ ഇറങ്ങുന്നു. ഭയത്തിൽ അതിവേഗതയിൽ തീവണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുമ്പോൾ മറ്റൊരു ട്രാക്കിലൂടെ അപകടം വരുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ചീറിയെത്തിയ കൊണാർക്ക് എക്സ്പ്രസ് അവരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയി. 5 പേർ തൽക്ഷണം മരിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മരിച്ചവരെല്ലാവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. മാത്രമല്ല, റെയിൽവേയും പോലീസും ഇത് സംബന്ധിച്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. തിരികെ വാർത്താമഴയിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് ഫിലിപ്പീൻസിലേക്കാണ്. ഫിലിപ്പീൻസിൽ മെഗി കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 42ആയി. 100-ലധികം പേർക്ക് പരുക്കേറ്റു. മണ്ണിടിച്ചിലിൽ 27 പേരെ കാണാതായി. കനത്ത മഴയെ തുടർന്ന് 17,000 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ബേബേ നഗരത്തിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. മെഗി കൊടുങ്കാറ്റിനെ തുടർന്നാണ് ഫിലിപ്പൈൻസിൽ മഴ കനത്തത്. നദികൾ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. മഴയ്ക്ക് പിന്നാലെ മണ്ണിടിച്ചിലും ശക്തമായി. നിരവധി പേരെ കാണാതായി. മധ്യപ്രവിശ്യയായ ബേബേ നഗരം പൂർണ്ണമായും വെള്ളത്തിലായി. ഇവിടെ രക്ഷാപ്രവർത്തനം ദുസ്സഹമാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഴ തുടരുന്നതിനാൽ മേഖലയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കാണാതായവർക്കുള്ള അന്വേഷണവും നിർത്തിവച്ചിരിക്കുകയാണ്. വീടുകളുടെ ടെറസിലും ഉയർന്ന പ്രദേശങ്ങളിലും കുടുങ്ങിക്കിടന്നവരെ തീരസംരക്ഷണ സേനാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അധികൃതർ അവധി നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് വാർത്താമഴ വേഗത്തിൽ കടക്കുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെടിവയ്പുണ്ടായിരിക്കുന്നു. ബ്രൂക്ലിൻ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനിലാണ് വെടിവയ്പുണ്ടായത്. 5 പേർക്ക് വെടിയേറ്റു. 13ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗ്യാസ് മാസ്ക് ധരിച്ചെത്തിയ വ്യക്തിയാണ് ആക്രമണം നടത്തിയത്. മധു കൊട്ടാരക്കര ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. മധു, കഴിഞ്ഞ 1-2 വർഷത്തിനിടെ ന്യൂയോർക്കിൽ വെടിവയ്പ്പിലുണ്ടാകുന്ന ആക്രമണം, അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടാകുന്ന ആക്രമണം വളരെ കൂടിയിട്ടുണ്ട് എന്നതാണ്. ഇന്നിപ്പോൾ നടന്നത് എന്താണ്? ഇതിൽ അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ?
അനുജ, ഇന്ന് രാവിലെ പ്രാദേശിക സമയം ഏകദേശം 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബ്രൂക്ലിൻ സബ്വേയില് 36ാമത്തെ ട്രെയിൻ സ്റ്റേഷനിലും 25ാമത്തെ ട്രെയിൻ സ്റ്റേഷനിലുമാണ് ഈ പരിക്കേറ്റവരെ കാണാൻ സാധിച്ചത്. ഏതാണ്ട് 13 പേർക്കോളമാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിലെ 6ഓളം പേർക്ക് വെടിയേറ്റിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ആളപായം ഉണ്ടായതായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇത്രയും സമയം കഴിഞ്ഞത് കൊണ്ട് കാണുന്നുമില്ല. ഇത് ഒരു 5 അടി 5 ഇഞ്ച് ഉയരമുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരാളാണ് ഗ്യാസ് മാസ്കും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഒരു ഓറഞ്ച് വെസ്റ്റും ഇട്ടാണ് ഈ വെടിയുതിർത്തതെന്നാണ് പറയപ്പെടുന്നത്. ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് സിറ്റി ഹോളിൽ നിന്ന് സംഭവം നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. സ്ഥിതികൾ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ. ഇത് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്നു. ശരി, ബ്രൂക്ലിൻ ഭൂഗർഭ സ്റ്റേഷനിലാണ് വെടിവയ്പുണ്ടായത്. 5 പേർക്ക് വെടിയേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അക്രമിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വാർത്താ മഴ അവസാനിക്കുന്നതിന് മുമ്പ് തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവനെ നാളെ വീട്ടിലെത്തി ചോദ്യം ചെയ്യും. അനൂപും സുരാജും നാളെ ഹാജരാകണമെന്ന നിർദ്ദേശം. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചെന്ന് ക്രൈംബ്രാഞ്ച്. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിയെന്ന പരാതിയിൽ ADGPയോട് റിപ്പോർട്ട് തേടി വിചാരണ കോടതി. കോഴിക്കോട് കോടഞ്ചേരിയിലെ DYFI നേതാവിന്റെ വിവാഹത്തെ ചൊല്ലി വിവാദം. ലവ് ജിഹാദ് എന്ന് ചില സംഘടനകൾ. ആരോപണം തള്ളി ദമ്പതികൾ. വിവാഹം സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് വിശദീകരണം. ഷിജിൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് M. തോമസ്. തൊടുപുഴയിൽ 17-കാരി പീഡനത്തിനിരയായ സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസ്. പീഡനം അമ്മയുടെ അറിവോടെയെന്ന് കണ്ടെത്തൽ. കേസിൽ വീണ്ടും പെൺകുട്ടിയുടെ മൊഴിയെടുക്കും. ഇടനിലക്കാരൻ ബേബിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുമെന്നും പോലീസ്. ഏകീകൃത കുർബാന അർപ്പണത്തിൽ കർദിനാളിനെതിരെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക ഇടവക കൂട്ടായ്മ. വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ നേതൃത്വം നൽകരുതെന്ന ആവശ്യം. കർദിനാൾ എത്തിയാൽ കുർബാന ബഹിഷ്കരിക്കുമെന്ന് വെല്ലുവിളി. അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെടിവയ്പ്. 13 പേർക്ക് പരുക്കേറ്റു. വെടിവയ്പ് ബ്രൂക്ലിൻ സബ്വേ സ്റ്റേഷനിൽ. അക്രമി എത്തിയത് ഗ്യാസ് മാസ്ക് ധരിച്ച്. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.